യൂണിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടുകാരന് ആദ്യ 2 ശ്രമങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ നിരാശ വരാതിരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന്റെ സ്മരണിക വായിച്ചാൽ മതിയാകും. ഏതെങ്കിലും ഒരു മഹാന്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് പിന്നീട് ജയിക്കാനുള്ള ക്യാപ്സ്യൂളുകൾ അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് മാപ്പിള ലഹളയെ, മാപ്പിള മലബാർ സമരത്തെ ഏറെ ഭയത്തോടെ കാണുന്നത് പടപ്പാട്ടുകളും ബദർ കിസ്സ പാട്ടുകളും ബദർ ചരിത്രങ്ങളാണ്. ആ ചരിത്രം അവരെ ഏതോ വിധേന സ്വാധീനിക്കുന്നുണ്ട്, അവർക്ക് ശക്തി കൊടുക്കുന്നുണ്ട് എന്ന് അവരുടെ ചർച്ചയിൽ വരുന്നുണ്ട്. അഡോൾഫ് ഹിറ്റ്ലറിനെ നാസി പട്ടാളക്കാരെ സോവിയറ്റ് യൂണിയൻ പരാജയപ്പെടുത്തിയപ്പോൾ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഗ്രൈവിൽ നിന്ന്, ശവമഞ്ചയിൽ നിന്ന്, അയാളെ മറമാടിയ സ്ഥലത്ത് നിന്ന് പുതിയ ശത്രുക്കൾ രൂപപ്പെടുമോ എന്ന് അന്നത്തെ ശക്തികൾ പേടിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി റഷ്യയിലേക്ക് നാടുകടത്തുന്നത്. മഖബറകളിൽ നിന്ന് വിപ്ലവങ്ങൾ രൂപപ്പെടുമോ എന്ന് ഭയന്നതുകൊണ്ടാണ് ബിദ്അത്തുകാർ ഖബർ സിയാറത്തിനെ നിരുത്സാഹപ്പെടുത്തുന്നത്. മാലകളെ, മാപ്പിളപ്പാട്ടുകളെ, മൗലിദുകളെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഫാസിസം എന്ന എസ്സയിൽ ഉംബർട്ടോ എക്കോ സൂചിപ്പിച്ചതുപോലെ ഫാഷിസ്റ്റുകാരാണ്. നമ്മൾ അനുഭവിക്കുന്നത് പോലെ ബിദ്അത്തുകാരാണ്. അതിൽ നമ്മൾ പെട്ടുപോകരുത് എന്നാണ് തുടക്കത്തിലെ ഓർമ്മപ്പെടുത്താനുള്ളത്. ചരിത്രം പുതിയ പുതിയ വിപ്ലവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ഇടമായിരിക്കും. കൊറോണ കാലത്ത് സഹീഹുൽ ബുഖാരി ഖത്മു തീർത്ത് എന്ന മഹാന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. 3 ഗ്രന്ഥങ്ങൾ എഴുതിയ കലമുൽ ഇസ്ലാം ഉസ്താദ് നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ട് ഇത് അവർക്ക് സാധിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് എന്ന് ചോദിച്ചാൽ, ഇതേപോലെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ കാലത്ത് ഇന്നലകളിൽ ജീവിച്ച മഹത്തുക്കൾ എങ്ങനെ ഡീൽ ചെയ്തു എന്നവർ പഠിച്ചു. ഇമാം സർഹസി തങ്ങളെ പൊട്ടക്കിണറ്റിൽ അന്നത്തെ ടീം അറസ്റ്റ് ചെയ്തപ്പോൾ മുകളിലുള്ള അനുയായികളോട് തുണിക്കഷ്ണങ്ങൾ എടുത്തു വരാൻ പറഞ്ഞു. നിങ്ങൾ കുറച്ച് കരുതി വെക്കണം എന്നും സൂചിപ്പിച്ച് തൻ്റെ മെമ്മറിയിൽ നിന്ന് വിജ്ഞാനം പറഞ്ഞു കൊടുത്തു. ആ തുണിക്കഷ്ണങ്ങളിൽ എഴുതി, ഇവിടെയും എഴുതി. അതെല്ലാം പിന്നീട് ഒരുമിച്ച് കൂട്ടിയിട്ടാണ് 15 വള്ളിയുമുള്ള ഹനഫി മദ്ഹബിലെ പ്രൗഢ ഗ്രന്ഥം രൂപപ്പെടുന്നത്, കിതാബുൽ മബ്സൂത്ത്. അപ്പോൾ നമ്മൾ ചെയ്തത് മോഡ് ഓഫിൻ്റെ ഇമോജി സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്തു. കൊറോണ. നമുക്ക് ചരിത്രം എന്നാണോ നമ്മളിൽ സ്വാധീനിക്കുന്നത് അന്ന് നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല എന്ന് മാത്രമല്ല, നമ്മളിൽ കിബർ രൂപപ്പെടില്ല, റിയാഇൻ്റെ ഒരു അംശം വരെ വരില്ല. ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, റമദാനിലെ 30 ദിവസം തറാവിഹി 20 റക്അത്ത് ജമാഅത്തായി നിർവഹിച്ച ഒരു കൂട്ടുകാരൻ അവനിങ്ങനെ സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. 30 × 20 600. ഇതൊക്കെ എൻ്റെ നന്മയുടെ തട്ടിൽ വെക്കലോടുകൂടി നിറയോ റബ്ബേ എന്നൊക്കെ ഇങ്ങനെ വിചാരപ്പെടലിൽ നിൽക്കുമ്പോഴാണ് റമദാൻ അല്ലാത്ത കാലത്ത് ഡെയിലി 1000 റക്അത്ത് സുന്നത്ത് സ്കരിക്കുന്ന കഹ്മസുബിൻ ഹസനു തൈമിയൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ കടന്നു വരുന്നത്. അപ്പോഴാണ് നമുക്ക് ബോധ്യം ഉണ്ടാവുക, ഐ ആം നത്തിങ്. ഏതെങ്കിലും ഒരു മദ്രസ, ആ മദ്രസ ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാലത്താണ് MA ഉസ്താദിനെ വായിക്കുന്നതെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവുമല്ലോ നമ്മളൊന്നുമല്ലെന്ന്. ചരിത്രം അറിയാത്തവർക്ക് കിബർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാനെല്ലാം ചെയ്തതെന്നുള്ള ഒരു ഭാവം രൂപപ്പെടും. നമുക്ക് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്, ചരിത്രത്തിന് നല്ല പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും നൽകണം. MA ഉസ്താദിൻ്റെ പിൻതലമുറക്കാരായാണല്ലോ നമ്മളിവിടെ വന്നേക്കണത്. കുറെ കൂടി ചരിത്രം പഠിക്കാൻ നമ്മൾ തയ്യാറെടുക്കണം. അത് നല്ല സ്മരണികകൾ വായിക്കണം, അനുസ്മരണ പുസ്തകങ്ങൾ വായിക്കണം.
നല്ലത് എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം, എഴുതുന്ന ആൾക്ക് അജണ്ട ഉണ്ടാവണം. എന്താ അജണ്ട? ദീനി ദഅവത്ത്. പൊതുവെ സ്മരണികകളിൽ ഉണ്ടാവുക എഴുതിയ ആളുടെ മഹത്താണ്. ഞാൻ ഉസ്താദിൻ്റെ കൂടെ ബസ് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഉസ്താദിൻ്റെ ബസ്സിൻ്റെ പൈസ കൊടുത്തു. പൊതുവെ എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്, ആരുടെയും ബസ്സിൻ്റെ പൈസ കൊടുക്കുക. ഇത് ആരുടെ സ്മരണികയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഹോട്ടലിൽ കയറിയപ്പോൾ ഉസ്താദിൻ്റെ ഫുഡിൻ്റെ ക്യാഷ് ഞാനാണ് കൊടുത്തത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ബാക്കിയുള്ളവരെ ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അതൊരു രോഗമാണ്, മൊത്തത്തിലൊരു രോഗം, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. അതല്ല പറഞ്ഞത്. ഓർമ്മകളിൽ ഓഖാലിദ് വേറിട്ടൊരു പുസ്തകമാണല്ലോ. സ്മരണിക എങ്ങനെയാവണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഓർമ്മകളിൽ ഓഖാലിദ് എന്ന പുസ്തകം. എത്ര എഡിഷനാണ് പുറത്തിറങ്ങിയേക്കണത്, എത്ര പേരെയാണ് നന്മയിലേക്ക് കൊണ്ടുവന്നേക്കണത്. ഖാലിദ് ഖാൻ്റെ ജീവിതം തന്നെയാണ് അതിൻ്റെ കാരണം. പക്ഷേ ആ ആശയത്തെ ഒപ്പിയെടുക്കുന്നിടത്തുള്ള ഒരു കഴിവും പദത്തെ വിന്യസിക്കുന്നിടത്തുള്ള ഒരു മികവും പ്രധാനം തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നാൽ നമുക്ക് അതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഒരു ദാഇക്ക് ആദ്യം വേണ്ട ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ കണ്ടീഷൻ ഇല്ലാതെ ദഅവത്ത് നടത്തണം എന്നാണ്. തെളിയിച്ചു പറഞ്ഞാൽ ദഅവത്തിനൊരു സമയം കണക്കാക്കിയിട്ട് ദഅവത്ത് നടത്തരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിവിഷൻ മീറ്റിങ്ങിനേക്ക് പോകുന്ന ഒരു കൂട്ടുകാരൻ ദഅവത്തിനാണല്ലോ പോണത് അല്ലേ? ആ പോകുന്ന ബസ് യാത്രയിൽ കൂടെ ഉണ്ടായ ഒരു കൂട്ടുകാരൻ്റെ തെറ്റ് തിരുത്തി കൊടുക്കണില്ല. അതേസമയത്ത് മീറ്റിങ്ങിൽ മാസ് ഡയലോഗും, അതിൽ ഒരു പ്രശ്നമുണ്ട്. പൊതുവെ സംഘടനയിൽ 2 വിഭാഗം ആൾക്കാരുണ്ടാവും, സംഘാടകർ, കൊട്ടേഷൻ സംഘം. സംഘാടകരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സംഘടനക്ക് എന്താണോ ആവശ്യം അത് അവരെ കൊണ്ട് ചെയ്യാനാവുന്ന വിധത്തിൽ ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഡിവിഷനിൽ യൂണിറ്റിൽ സാഹിത്യോത്സവം നടക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാം മേൽഘടകം അസൈൻ ചെയ്ത് തന്നു. 230 പേരാണ് ലഞ്ചിനുണ്ടാവുക എന്ന് നേരത്തെ തന്നിരുന്നു. പെട്ടെന്ന് വിളിച്ച് പറയുന്നു ഒരു 30 ആൾ കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ആൾ കൂടി കൂടും, ഒരു 280 ആൾക്ക് ഫുഡ് കണക്കാക്കണേ എന്ന് പറഞ്ഞാൽ സംഘാടകർ പറയുന്ന മറുപടി, അല്ലോ 230 ആക്കാണ് കണക്കാക്കിയത്, പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് സംഘടിപ്പിക്കും, പരിപാടി ഗംഭീരമായിട്ട് നടക്കട്ടെ. ഇതാണ് സംഘാടകർ. കൊട്ടേഷൻ സംഘാണെങ്കിൽ തിരിച്ചു നൽകുന്ന മറുപടി, ആദ്യം പറഞ്ഞതാണ് 500 ആക്കും വേണമെങ്കിൽ ഫുഡ് കൊടുക്കുക, ഇത് 231 ഒരാൾക്ക് ഫുഡ് കിട്ടൂല, ഇവർ പറഞ്ഞൊന്നുമില്ലെന്ന്. ഇതാണ് കൊട്ടേഷൻ സംഘം. അവർ ഈ കൊട്ടേഷൻ സംഘത്തിന് കാല് വെട്ടുക, കൊടിസുനി എന്നെല്ലാം പറയുന്ന പോലെ കാൽ വെട്ടുക, അങ്ങനെ കറക്റ്റ് ആയിരിക്കും അവരുടെ റൂട്ട്. നമ്മളിൽ അത് കുറച്ച് കൂടുതലാവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഒരു ഏരിയ. ആദ്യമേ പറഞ്ഞതാണ്, അവന് വേണമെങ്കിൽ അതിന് ആയത്തിൽ ഓതും, അല്ലെങ്കിൽ ഹദീസ് ഓതും, ഇതാ വായത അഖലഫ, നമുക്ക് കറക്റ്റ് എന്തൊക്കെയോ ഓതൊക്കെ ചെയ്യും അവർ. രണ്ടാമത്തെ ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർക്ക് മീറ്റിംഗ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് അറിയേണ്ടത് തീരുന്ന സമയമായിരിക്കും. ഈ തീരുക എന്ന് പറയുന്നത് സ്വന്തത്തിൻ്റെ സുഖമായിരിക്കും. തീർന്നിട്ട് വേഗം വീട്ടിലെത്തുക, അല്ലെങ്കിൽ വൈഫ് ഹൗസിലേക്ക് പോവുക, സ്വന്തം വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ജോലിക്ക് പോവുക, അങ്ങനെ സ്വന്തത്തിൻ്റെ കാര്യമായിരിക്കും തീരുക എന്ന് പറയുന്നത്. അയിമലായിരിക്കും മൂപ്പരുടെ രസം ഉണ്ടാവുക. മീറ്റിംഗ് എപ്പോഴും തീരുക കറക്റ്റ് പറയണം. അവർ മീറ്റിംഗ് ലീവാക്കുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാം ലീവാക്കുന്നത്, എന്താ പ്രോഗ്രാം ലീവാക്കിയത്, മീറ്റിങ്ങിന് എന്താ കാണാതിരുന്നത്, മറുപടി കേട്ടോളി, തിരിച്ചു വരാൻ വണ്ടിയില്ല. മീറ്റിങ്ങിനെത്താനല്ല, തിരിച്ചു വരാൻ വണ്ടിയില്ല. ഇവൻ്റെ ദീർഘവീക്ഷണം നോക്കിയേ, നാഷണൽ പ്രസിഡന്റ് ആവേണ്ട സമയമായി. പിന്നെ ദീർഘവീക്ഷണം, ഞാൻ അവിടെ മീറ്റിംഗ് എത്തിയാൽ 10:30 ആവും തീരാൻ, അപ്പോൾ തിരിച്ചു വരാൻ വണ്ടിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ആദ്യമേ പോകുന്നില്ല എന്ന്. ഈ ഒരു കാലത്താണ് ഖാലിദിനെ വായിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ ജനനം, മക്കൾ, കുടുംബം, അങ്ങനെയൊന്നും അനുസ്മരണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ വല്ല വായിച്ചിട്ടുണ്ടായി കളി. അപ്പോൾ നമ്മൾ ദാഇകളാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മളിൽ രൂപപ്പെടുത്തേണ്ട ഒരു ക്വാളിറ്റിയാണ്
അങ്ങനെ കണ്ടീഷൻസ് വെക്കാണ്ട് ദഅവത്ത് നടത്തണം. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിന് പോയില്ലേ, ഞാൻ 10,000 രൂപ പിരിച്ചില്ലേ, ബാക്കിയുള്ള കമ്മിറ്റി അംഗങ്ങളെല്ലാം പിരിക്കട്ടെ. അങ്ങനല്ല. ഞാൻ ഇന്ന് രാത്രി മരിച്ചാലോ, എനിക്ക് പരമാവധി കൂലി ഉണ്ടാക്കാനുള്ള പണി നമ്മൾ എടുക്കുക. ഞാൻ 10,000 പിരിച്ചില്ലേ, ബാക്കിയുള്ള ആൾക്ക് എന്താ പണി? ബാക്കിയുള്ള ആളല്ല, നിന്റെ സ്വർഗം നീ ഉറപ്പിക്കൂ. ഇനി ദഅവത്തു ഖൗമി ലൈല വനഹാറ, രാപ്പകൽ ഭേദമന്യേ ഞാൻ ദഅവത്ത് നടത്തി എന്ന് നൂഹ് നബി അലൈഹി സ്വലാമിന് പറയാൻ പറ്റും. അവസരങ്ങളെ മുഴുവനും ദഅവത്തിന് സാധ്യമാക്കുന്നു എന്നുള്ളതാണ് മഹാന്മാരുടെ പ്രത്യേകത. ജയിലിൽ യൂസുഫ് നബി അലൈഹി സ്വലാം എത്തി. യൂസുഫ് നബിക്ക് സ്വപ്ന വ്യാഖ്യാനത്തിൽ കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ആൾക്കാർ സ്വപ്നം കണ്ടതിൻ്റെ വ്യാഖ്യാനം ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ അർബാബുൽ മുത്തഫരിക്കൂൻ, കുറേ റബ്ബാണോ ഖൈർ, അല്ല ഒറ്റ റബ്ബാണോ? ആ എന്നോട് ചോദിക്കാൻ വന്ന ആളുടെ ഉത്തരം കൊടുക്കുന്നതിന് മുമ്പ് ഇടയിൽ ദഅവത്ത് ഫിറ്റാക്കണത്. കല്ലെറിഞ്ഞ് തളർത്തിയിട്ട് ത്വായിഫിൽ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്തിരി കൊണ്ടുവന്ന അദ്ദാസ് എന്ന് പറയുന്ന ആൾക്ക് ഇസ്ലാമിൻ്റെ ആശയം കൊടുത്തിട്ട് അയാൾ മുസ്ലിം ആകുന്നുണ്ട്. കാലിന് രക്തം ഒഴുകുമ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദഅവത്താണ്, കാലിൻ്റെ രക്തം തുടക്കലല്ല. മക്കത്ത് നിൽക്കാൻ കഴിയാത്തൊരു ഘട്ടം വന്നപ്പോൾ മദീനയിലേക്ക് പോകുന്നു. ആ യാത്രയിൽ സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കേണ്ട, അത് ആരാ? കുറച്ച് ആൾക്കാരെ കാണണ്ടല്ലോ. ബുറൈദത്തും വഖൗമുഹു, ബുറൈദത്ത് ആൻഡ് ഹിസ് കമ്മ്യൂണിറ്റി. ഓ, അവരാണ്. നമുക്ക് ഇസ്ലാം പറഞ്ഞു കൊടുത്താലോ? പറയാം. മക്കത്തിടെ നിൽക്കാൻ കഴിയുന്നില്ല, മദീനത്തേക്കാണ് പോകേണ്ടത്. ശത്രുക്കൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഹിയർ ആൻഡ് ദയർ ശത്രുക്കൾ ഇനാമ പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ പേരിൽ പരിധി നടക്കുന്നുണ്ട്. ആ ഒരു വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് ഒരാളെയും അവരുടെ ജനതയെയും കണ്ടൊക്കെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്ത് വാസ്ലമോ കൊല്ലുഹും അവരൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ദാഇയുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ, ഡയലോഗുകളൊന്നും ഉണ്ടാവില്ല. ഞാനൊക്കെ SSF ഉണ്ടാവുമ്പോൾ ആ ഡയലോഗൊക്കെ ഒന്ന് നിർത്തുക, എന്നിട്ട് ഇപ്പം എന്തെങ്കിലും പണിയെടുക്കുക. ഞാൻ സമാജത്തിൻ്റെ, നമ്മളൊക്കെ കമ്മിറ്റി ഭാരവാഹികളാവുമ്പോൾ ഒരു ചുക്കും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, അതെന്താ പറയാണ്. വൽ ഫഖറ ഇലൽ മീസാൻ, ഫഖർ പറച്ചിലൊക്കെ മീസാനിൽ കനം തൂങ്ങാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് അവിടെ വെച്ച് പറയാമെന്ന് ഹാത്തിമുൽ അസ്മർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അവിടെ വെച്ച് പറയാം, ഇവിടുന്ന് പറയേണ്ടതില്ല. അതാണ് ഒരു ദാഇക്ക് വേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി. സർവ്വസമയത്തും അവൻ്റെ ചിന്ത ദഅവത്ത് 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 എന്ന് പറയുമ്പോൾ ഒരാൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ് ദഅവത്ത് എന്ന് വിചാരിക്കരുത്. നമ്മൾ എന്തെല്ലാം ശരികൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതിൻ്റെ വലിയ ശരിയാണ് ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുക്കുക. ആ ശരികൾ പഠനകാലത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ശരിയുടെ വഴികാട്ടികളായി നമ്മൾ മാറണം. അതാണ് ഓ ഖാലിദിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട, വെള്ളിലെ ഉസ്താദിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ. രണ്ടാമത്തത്, നിഷ്കളങ്കമായി ദീനീ ദഅവ വഴിയിൽ നമ്മൾ എത്തിച്ചേരുന്ന ഘട്ടത്തിൽ നമുക്ക് രൂപപ്പെടുന്ന ഒരു ക്വാളിറ്റി ആണ് എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരെ വളർത്തുക എന്ന് പറയുന്ന ഒരാശയം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ബാക്കിയുള്ള ആൾക്ക് അവസരം കൊടുക്കണം, വളർത്തണം. ഞാൻ തന്നെ എപ്പം പ്രസംഗിക്കരുത്, ഞാൻ തന്നെ എപ്പോഴും അധ്യക്ഷത ഒഴിക്കാതൊക്കെ നിർത്തുക, അവസരങ്ങൾ കൊടുക്കുക. ഓ ഖാലിദിനെ കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ പറയുന്നിടത്ത് കാണാം. ഓ ഖാലിദ് നമ്മുടെ ഖാദർ ചൊവ്വ, അബ്ദുൽ ഖാദർ ചൊവ്വ ഒരു അനുഭവം പറയുന്നുണ്ടല്ലോ. ഒരു പ്രഭാഷണത്തിന് ഖാലിദൊക്കെ ക്ഷണിച്ചപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന അർത്ഥത്തിൽ ഈ അബ്ദുൽ ഖാദർ ചൊവ്വയോട് ഖാലിദൊക്കെ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. കുറേ സംസാരിച്ച് എങ്ങനെയും വരുന്നില്ല. വിഷയങ്ങളൊക്കെ തീർന്ന് മാറ്ററുകളൊക്കെ കറങ്ങാൻ തുടങ്ങി, വീണ്ടും പറഞ്ഞതൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ എത്തിയപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഖാലിദൊക്കെ വന്നു. കുറച്ച് വേഗം വരാന്നിട്ട് ഇതെന്താ എന്ന അർത്ഥത്തിൽ പ്രതികരിച്ചു. പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ, നിന്റെ പ്രസംഗം ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു. നിന്റെ പ്രസംഗം നിനക്ക് പ്രസംഗത്തിന്
ഒരു പാഠം നൽകിയായിരുന്നു എന്ന് പറയുന്ന ഒരു ദീർഘവീക്ഷണമുള്ളൊരു നേതാവായിരുന്നു ഖാലിദ്. കണ്ടോ, ഇത് ഒന്നല്ല കേട്ടോ, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ അതിൽ നിന്ന് കേൾക്കാൻ പറ്റും. അത്തരം ആശയങ്ങൾ ഒരുപാട് ആൾക്കാരുടെ. സത്യത്തിൽ നമ്മളും ആ ഒരു ലോകത്ത് വിജയിക്കുന്നവരാവണം. ഹസദ് കൂടിയ ആൾക്കാരായി മാറരുത്. ഹസദ് കൂടെ ഉണ്ടാകുമ്പോഴാണ് ബാക്കിയുള്ളവരുടെ വളർച്ചയിൽ നമുക്ക് അസൂയ ഉണ്ടാവുക. നിങ്ങൾ ഇന്നാലിന്ന് ആ കുട്ടി നിങ്ങളുടെ കൂടെ പഠിച്ചതാണോ നിങ്ങളുടെ കോളേജിൽ? അതെ, നല്ല പ്രതിഭയല്ലേ എന്ന് ഒരു സാധാരണക്കാരൻ നമ്മുടെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പ്രതികരിക്കുക? പൊതുവെ നല്ല കിതാബിയല്ലേ, അങ്ങനെ ഭയങ്കര കിതാബിനല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കാൻ നമ്മുടെ കിബിർ സമ്മതിക്കൂല, ഇല്ലാന്ന് സമ്മതിക്കൂല. ഭയങ്കര പ്രഭാഷണവും കിതാബ് കുറെയെല്ലാം അങ്ങനെ മലയാള പുസ്തകമെല്ലാം വായിച്ചിട്ട് അങ്ങനെ പഠിക്കുന്ന. നിങ്ങളെ കൂടെ പഠിച്ചതാ? അല്ല, എൻ്റെ കൂടെ എന്നല്ല, എൻ്റെ എത്രയോ ജൂനിയർ മന്തിൽ ആസിമായിരിക്കും പറയാം. എത്രയോ ജൂനിയർ എന്നാ പറയാ. അതിപ്പോൾ ആ സാധാരണക്കാരനോട് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം എന്തപ്പോൾ കിട്ടിയത്? ആ ആലിമിനെ നീ നിന്ദിക്കാൻ നോക്കിയിട്ട് എനിക്കെന്തപ്പോൾ കാര്യം? എന്തപ്പോൾ കാര്യം? ഒരു കാലത്തും നമ്മൾ വളരൂല. മൻ തവാല റഫഅഹുല്ല എന്ന് പറഞ്ഞത് ഏതെങ്കിലും ചാനലല്ല, നുബുവത്തിന്റെ ചുണ്ടെന്ന് വഹയിന്റെ വർത്താന. അതാദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ കൂട്ടുകാരോടാണ്. ഞാനൊന്ന് പോയി വരട്ടെ, നിങ്ങളൊന്ന് പ്രസംഗിക്കൂ എന്ന് പറയൂ അത്ര ഖാലിദ് ഖാൻ. വാഹന ജാഥ ഒക്കെ നടക്കുമ്പോൾ ഖാലിദ് ഖാനെ കുറിച്ചിട്ട് അന്നത്തെ സഹപ്രവർത്തകർ പറയുന്നുണ്ട്, ഖാലിദ് ഖാൻ ഓരോ സ്ഥലത്തും പ്രഭാഷണം ചെയ്യേണ്ട ആളെ നേരത്തെ നിശ്ചയിക്കും. അതിന് അവർക്ക് ഒരു വിഷയത്തിൽ കമ്മി ഉണ്ടാവോ എന്ന അവരുടെ ബേജാറിനെ നേരത്തെ തന്നെ ഖാലിദ് ഖാൻ ഡീൽ ചെയ്യും. ഖാലിദ് പറയൂ അത്രേ, ഞാൻ ആദ്യത്തെ സ്വീകരണ കേന്ദ്രത്തിൽ പ്രസംഗിക്കും, ആ പ്രസംഗം ഫുള്ള് കേൾക്കണം, എഴുതിയെടുക്കണം. ഈ പ്രസംഗത്തിനെ നിങ്ങളെ ഭാഷയിലേക്കായി കൊണ്ടുവന്ന് നിങ്ങളുടെ ഉദാഹരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, അടുത്ത ഇന്ന സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ പറയണം. ഞാൻ അവിടെ പ്രസംഗിക്കൂല, നിങ്ങളാണ് പറയേണ്ടത് എന്ന്. എങ്ങനെ ഈ ഖാലിദ് ഖാൻ മരിച്ച് 500 കൊല്ലം കഴിഞ്ഞാലും മനുഷ്യന്മാർ മറക്കുക? ഓരോരുത്തരുടെ ഹൃദയത്തിൽ ജീവിച്ച ഒരു നേതാവല്ലേ ഈ ഖാലിദ്. ഓരോരാളോട് ചോദിക്കുമ്പോഴും അവരവർക്ക് എന്തൊരു സൗന്ദര്യമുള്ള വർത്താനങ്ങളും അനുഭവങ്ങളാണ് പറയാനുള്ളത്. എന്നെ വളർത്തിയത് ഖാലിദാണ്, എന്നെ കൊണ്ടുവന്നത് ഖാലിദാണ്, എന്നെ സംഘടന ശക്തിപ്പെടുത്തിയത് ഖാലിദാണ്. ഇനി കൂടെ പ്രവർത്തിച്ചവരുടെ വർത്താനം എന്താണെന്ന് വെച്ചാൽ, ഒന്നിച്ച് പ്രവർത്തിച്ച കമ്മിറ്റി അംഗങ്ങളുടെ വർത്താനം, നമ്മൾ ചെയ്യേണ്ട ഒരു പണി ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത മീറ്റിങ്ങിൽ ഖാലിദ് ഖാൻ വന്നിട്ട് കടിച്ചു കീറലും കുറ്റപ്പെടുത്തലൊന്നുമില്ല. ഖാലിദ് ഖാൻ്റെ ഒരു കുറവും ന്യൂനതയും കുറ്റമായിട്ട് ഖാലിദ് ഖാൻ സ്വന്തം അത് ഏറ്റെടുക്കും. ഞാനത് കറക്റ്റ് ഫോളോ ചെയ്യാത്തതാണ് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു കരുണമില്ലേ. എന്നാൽ ഖാലിദ് ഖാൻ മീറ്റിംഗ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോക്കുക, ഓഫീസിൽ ഇരുന്നിട്ട് അടുത്ത ആഴ്ച വരെ ചെയ്യേണ്ട പണിയൊക്കെ ചെയ്തിട്ടാ, ആ ഖാലിദ് ചെയ്യേണ്ട പണിയൊക്കെ ചെയ്തിട്ടാ വീട്ടിലേക്ക് പോകേണ്ടതും എവിടത്തേക്കാണോ ലക്ഷ്യം അവിടത്തേക്ക് പോവുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പച്ച മനുഷ്യനായി ജീവിച്ച ഒരു നേതാവാണ് ഖാലിദ്. ആ ഖാലിദിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിലെ നമുക്ക് ചില വായനകൾ നടത്താനുണ്ട്. ഉമ്മാമ ഖാലിദ് ഖയുടെ പേര് ഖാലിദായി രൂപപ്പെടുത്തുമ്പോൾ പേരിടുന്ന സമയത്ത് ഖാലിദോർ ആവട്ടെ എന്ന് ദ്വാരക്കുന്നുണ്ട്. സ്വാലിഹീങ്ങളായ മാതാപിതാക്കളുടെ ദുആവും ഉപ്പാപ്പ ഉമ്മാമ്മമാരുടെ പ്രാർത്ഥനയൊക്കെ ജീവിതത്തിൽ വലിയ ഫലം ഉണ്ടാക്കുമെന്ന് വക്കാന അബൂഹുമാ സ്വാലിഹ എന്ന സൂറത്തു കഹ്ഫിന്റെ ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ മോന് ഖാലിദോരാവട്ടെ, ഖാലിദും ഫിദ്ദീൻ, ദീനിൽ എന്ന് ഓർമ്മിക്കുന്ന ശാശ്വതമായ ആളെപ്പോലെ രൂപപ്പെട്ടു വരികയാണ്. ഓർമ്മകളിൽ ഓ ഖാലിദ് എന്ന് വായിക്കുമ്പോൾ ഖാലിദിന് വലീദ് റളിയല്ലാഹുവിനെ ഓർത്തു നോക്കി നിങ്ങൾ. അൽ ഇസ്തിആബിൽ ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാലിദ് വലീദ് റളിയല്ലാഹു വഫാത്തായിട്ട് ജനാസ കട്ടിൽ കടത്തിയ സമയത്തെ തല മുതൽ കാല് വരെയുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഒരു സ്ഥലം പോലും മുറിവില്ലാത്ത സ്ഥലമില്ല. എല്ലാ സ്ഥലത്തും സമരങ്ങളിൽ പങ്കെടുത്തും ദഅവത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചും മുറിവുകൾ ഉണ്ടായിരുന്നു, ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു, വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഒരു ചാണ് പോലും നല്ല സ്ഥലമില്ലായിരുന്നു. കാല് മുതൽ കാല് വരെ ഇസ്ലാമിൻ്റെ വഴിയിൽ ദഅവത്തിന്റെ വഴിയിൽ സഹിച്ച ത്യാഗങ്ങൾ. ആ ഖാലിദ് തങ്ങളെ അനുസ്മരിച്ചിട്ടാണ് എൻ്റെ മോന് ഖാലിദോരാവട്ടെ എന്ന് വിചാരിച്ച് ഉമ്മാമ്മ പേരിടുന്നത് എന്ന് നമുക്ക് വായിക്കാൻ പറ്റും.
ചെറിയ പ്രായത്തിൽ തന്നെ നാട്ടുകാരുടെ ഇഷ്ടക്കാരനാ. 4-5 ക്ലാസ്സിൽ പഠിക്കണ കാലത്ത് തന്നെ എവിടുന്നോ ഒരു നേരത്തെ ഒരു ബസ്വാറത്ത് കിട്ടിയ പോലെ, ഇൻസൈറ്റ് രൂപപ്പെട്ട പോലെ. അങ്ങനെ ഉണ്ടല്ലോ ചിലർക്ക് നേരത്തെ തന്നെ ജീവിതത്തിൻ്റെ ഒരു നന്മ ഉണ്ടാവും. ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ വായിച്ചു ഓർക്കുന്നുണ്ട്. പ്രായമുള്ള കാലത്ത് ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ ചെറുപ്പകാലത്ത് നല്ല ഇബാദത്ത് ചെയ്തിട്ടുണ്ടാവുന്നു. അത് അവരെ അള്ളാഹു നേരത്തെ തന്നെ ഹൈറായി സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ബിരുദമൊക്കെ എടുത്തിട്ട് സുന്നത്തസ്കാരം സജീവമാക്കാം എന്ന് വിചാരിക്കുന്നിടത്ത് ഒരു പ്രയാസമുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളം. യുവത്വകാലത്ത് ചെറിയ പ്രായത്തിൽ എത്രത്തോളം നമ്മൾ ഇബാദത്തിൽ സജീവത ഉണ്ടോ അതിനനുസരിച്ചിട്ടേ വലുതായാൽ സാധ്യമാവുള്ളൂ എന്നാണ് ഖിയാറുക്കും മൻ ത്വാല ഉംറുഹു എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നജ്മുദ്ദീൻ ഖുസ്സി തങ്ങളുടെ ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. 5-6 ക്ലാസ് ഉണ്ടാവുമ്പോൾ തന്നെ സുന്നത്തോമ്പ് എടുക്കുക, നിര്യാണിക്ക് മേലെ പെയിൻ്റ് എടുക്കുക. SSFകാരൻ നടന്നു പോകുന്നു എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അടിമുടി SSF ജീവിതത്തിൽ ഉണ്ടാവുക. മെമ്പർഷിപ്പിലും പതാകയിലും ഒതുങ്ങാതെ, മുദ്രാവാക്യ വിളിയിൽ ഒതുങ്ങാതെ ജീവിതത്തിൽ തന്നെ SSFകാരൻ. ഖാലിദ് പോകുന്നു എന്നും വേണമെങ്കിൽ പറയാം, SSF പോകുന്നു എന്നുള്ളതിന്. അത്രമേൽ പര്യായമായി ഇഴകിച്ചേർന്നിട്ടുള്ള SSFും ഖാലിദും ആയിരുന്നു ആ കാലത്തെ ഖാലിദ്സ്. നാട്ടുകാരുടെ ഇഷ്ടക്കാരൻ എന്ന് പറയുന്നത് ശുദ്ധ ജീവിതം കൊണ്ട് മാത്രമല്ല, ആ കാലത്ത് പട്ടിണി അനുഭവിക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, അവശത അനുഭവിക്കുന്നവരുടെ കൈപിടിക്കാൻ, പ്രയാസം അനുഭവിക്കുന്നവരുടെ അത്താണിയാവാൻ ഖാലിദൊക്കെ ചെറിയ കാലം മുതലേ ആരംഭിച്ചിട്ടുണ്ട്. സഅദിയയിൽ, ജാമിയ സഅദിയയിൽ നിന്നിട്ടല്ലേ നമ്മൾ ഈ സംസാരിക്കണത്. സഅദിയയിൽ ആർട്സ് കോളേജിൽ അധ്യാപകനായ കാലത്ത് 2 ആഴ്ച കൂടുമ്പോൾ നാട്ടിൽ പോകുന്ന ഘട്ടത്തിൽ ഖാലിദൊക്കെ ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടു മുമ്പുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങൽ. എന്തിന്? ഒരു 2 മണിക്കൂറെങ്കിലും ഓരോ വീടുകളിൽ കയറി ഇറങ്ങി വീട്ടിലുള്ള പ്രയാസങ്ങൾ അറിഞ്ഞ് വിഷമങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ആ വിഷമങ്ങൾ മുഴുവനും കേട്ടറിഞ്ഞ് പ്രവർത്തകരെ ചേർത്ത് നിർത്തി വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസ വാക്കുകൾ കൊടുത്ത് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഖാലിദ് വീട്ടിലേക്ക് എത്തുക. അപ്പോൾ കുറേ കൂടി ഖാലിദ്ക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യമാവേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരെ കൂടി നേതാക്കളാക്കാൻ, പ്രവർത്തകരാക്കാൻ, വളർത്താൻ നമുക്ക് കഴിയണം. ഹസദില്ലാത്ത മനസ്സുകൾക്ക് അത് സാധ്യമുള്ളൂ. ഇപ്പോൾ ചിത്താരി ഉസ്താദിൻ്റെ ഒരനുഭവമുണ്ട്. അൽമക്കറിൽ ഉസ്താദ് പെട്ടെന്ന് ഒരു വെള്ളിയാഴ്ച എത്തി. വെള്ളിയാഴ്ച ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊതുവെ മുതിർന്ന ഉസ്താദന്മാർ വലിയ മറ്റു പ്രോഗ്രാമുകൾക്കോ പ്രാസ്ഥാനിക സംഗമങ്ങൾക്കോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടേതായ ഇബാദത്തുകൾക്കൊക്കെ ആയിട്ട് മറ്റു സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. പക്ഷെ അന്ന് ഉസ്താദ് അൽബക്കറിലെത്തിയപ്പോൾ ഉസ്താദിൻ്റെ ഖാദിമായ ആൾ വന്നിട്ട് പറഞ്ഞു, സ്ഥിരമായിട്ട് ഖുത്ബ ഓതുന്ന ആൾ ഉസ്താദ് ഇന്ന് ജുമാക്ക് ഇവിടെ ഉണ്ട് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ അയാൾ മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്നാൽ നീ ഖുത്ബ ഓതിക്കോളി. അപ്പോൾ ഖാദിമ തിരിച്ചു പറഞ്ഞു, സ്ഥിരമായിട്ട് ഓതുന്നാക്കാൻ തന്നെ പേടിയായിട്ടാണ് പോയത്. ഞാൻ സ്ഥിരമായിട്ട് പോയിട്ട് സാധാ ഓതാറില്ലല്ലോ ഉസ്താദെ. മോന് ഖുത്ബ കിതാബ് എടുത്തിട്ട് എന്ന് പറഞ്ഞു. നമ്മൾ പഠിക്കേണ്ട ഒരു വലിയൊരു ആശയമാണത്. എന്നിട്ട് ജുമാക്ക് മുന്നേ സമയം കണ്ടെത്തിയിട്ട് ഉസ്താദ് ഈ കുട്ടീൻ്റെ മുന്നിലിരുന്നിട്ട് മോൻ ഓത് എന്ന് പറഞ്ഞ് ഉസ്താദ് മുഴുവൻ കേട്ട് നല്ല ഖുത്ബയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓതാൻ സപ്പോർട്ട് ചെയ്തു. ഈ ഖാദിമ തിരിച്ചു പറഞ്ഞ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഖുത്ബ ഓതണം ഓതാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഉസ്താദ് ഇവിടെ ജുമാക്ക് കൂടരുത് എന്ന്. മൂപ്പര് ഖുത്ബ ഓതാൻ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പോന്നു. ഉസ്താദില്ല എന്ന് ഉറപ്പ് വരുത്തി. അങ്ങനെ ഖുത്ബൊക്കെ ഓതി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമുക്ക് തന്നെ ഉണ്ടാവില്ല ഒരു കാര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ. ആ സന്തോഷത്തോടെ ഉച്ച ഭക്ഷണത്തിന് ഭക്ഷണശാലയിലേക്ക് പോകുമ്പോഴാണ് വിളി വരുന്നത്, ദർ ഇസ് എ കോൾ ഫോർ യു. നിങ്ങളെ ഉസ്താദോ? പരിസരത്ത് അന്ന് ജുമാ തുടങ്ങിയിട്ടൊന്നുമില്ല, പള്ളികളിൽ എവിടെയും. ഉസ്താദ് വിളിക്കുന്നത്. ഉസ്താദിൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ എന്താ ഉസ്താദ് വിളിച്ചത്? തൊയ്യബത്ത, മോൻ്റെ ഖുത്ബ നന്നായിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പം ഉസ്താദ് കേട്ടിരുന്നോ? അതെ. ഉസ്താദിനെ
ഞാൻ സാധാരണ പള്ളിയിൽ വന്നാലും മക്കറിൻ്റെ പള്ളിയിലെ ഒന്നാമത്തെ സൊഫിലാണ് ഇരിക്കാറ്. പക്ഷെ ഒന്നാമത്തെ സൊഫിൽ ഇന്നിരുന്നാൽ മോനിക്ക് പേടിയാവും, എന്നെ കണ്ടാൽ ബേജാറാവും. അതുകൊണ്ട് ആ ബേക്കിലുള്ള മൂന്നാമത്തെ സൊഫിൻ്റെയുള്ള ആ തൂണില്ലേ, ആ തൂണിൻ്റെ ബേക്കിൽ മറിഞ്ഞിരിക്കലായിരുന്നു ഞാൻ ചെയ്തിരുന്നത് എന്ന് പറയുന്നത് സമസ്തൻ്റെ സെക്രട്ടറിയാണ് ഒരു മോൻ്റെ വളർച്ചയിൽ. ഇത് മതി ഈ ക്ലാസ്സിൻ്റെ ഒരു പൂർണ്ണാശയത്തിന്. നമുക്കങ്ങനെ ഒന്ന് ഭൂമിയോളം താവാനാവണം. നമ്മളുടെ തോളിൽ ചവിട്ടിയിട്ടാണെങ്കിലും ആൾക്കാർ പറക്കട്ടെ. ഫ്ലൈറ്റ് ടു ഹൈ, ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ചിറകുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഖാലിദ് തൻ്റെ 28 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത വിപ്ലവ പോരാട്ടങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഖാലിദ്ക്കയുടെ മൂന്നാമത്തെ ഒരു പ്രത്യേകത ധൃതി പിടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. ധൃതി പിടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒട്ടും സമയമില്ല. മുത്തഅല്ലിമിൻ്റെ ഒരു പ്രധാന അദബായി പറയുന്നുണ്ട് എല്ലാത്തിലും ധൃതി ഉണ്ടാവണമെന്ന്. വേഗം നടക്കണം എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അരമണിക്കൂർ തലി കെട്ടാൻ സമയമെടുക്കുന്ന കാലത്താണ് ഈ പോയിന്റ് നമ്മൾ കേൾക്കുന്നത്. കുറെ കൂടി സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്തിന്? നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ട. ആൻഡ് മൈസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. മരിച്ചു വീഴുന്നതിന് മുമ്പ് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതാണ് മുത്തഅല്ലിങ്ങളുടെ ആദാബ് പറയുന്നിടത്ത് കിതാബുകളിൽ കാണാം, സെരിഉൽ മഷി, വേഗത്തിൽ നടക്കണം, വേഗത്തിൽ എഴുതണം, വേഗത്തിൽ നടക്കുന്നവരാവണം മുത്തഅല്ലിമീങ്ങൾ. എവിടെ പോകുന്നു? വൈകുന്നേരം നടക്കാൻ പോകുന്നു. ഇപ്പം എന്താ ചെയ്യുന്നു? നടന്നുകൊണ്ടിരിക്കുന്നു. വേഗത്തിൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് തൻ്റെ ഖബർ സന്തോഷമുള്ള ഖബറാക്കാൻ വേണ്ടി ജീവിതത്തിൽ പണിയെടുക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ആശയ ചുരുക്കം. ഖാലിദ്ക്ക അവരെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട വേറൊരു പാഠവും കൂടി ഇങ്ങനെ പോയിന്റ് ബേസ്ഡ് ആയിട്ട് എണ്ണി പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഡീപ്പായ വായന, പഠനം. പഠിക്കുക എന്ന് പറയുന്നത് ഖാലിദ് ഖാന്റെ പ്രധാന പ്രത്യേകതയാണ്. MA ഉസ്താദും പേരോട് ഉസ്താദുമാണ് പ്രധാന വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഗുരുവര്യന്മാർ. അവരോടുള്ള സഹവാസം കൊണ്ടാണ് ഖാലിദ് ഖാക്ക് ഇത്രയും ഒരു സാധാരണക്കാരനായിരിക്കെ തന്നെ നല്ല വിവരം ഉണ്ടായത്. ആലിമീങ്ങൾ തന്നെ പലപ്പോഴും SSFന്റെ SYSന്റെ ഒക്കെ നേതൃത്വത്തിൽ ഉള്ളവർ തന്നെ ഖാലിദ് ഖയുടെ ക്ലാസ്സിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ട് പറയാറുണ്ട്. നിങ്ങളത് സ്മരണിക വായിച്ചപ്പോൾ മാളിയക്കൽ സുലൈമാൻ സക്കാബുസ്താൻ്റെ ഒക്കെ അനുഭവക്കുറിപ്പ് വായിച്ചിട്ടുണ്ടാവും. ഫാത്തിഹയുടെ തീരത്ത് എന്ന ഒരു വിഷയാവതരണത്തിന് ആരാണ് വരിക എന്നിങ്ങനെ SSFന്റെ ക്യാമ്പിൽ കാതും കൂർപ്പിച്ച് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ പാൻറ്റിട്ടൊരു ചെറിയ സാധാരണക്കാരനായ മനുഷ്യൻ വന്നപ്പോൾ മൂപ്പരോ ആ വിശദീകരണം കേട്ടപ്പോഴാണ് എത്ര ഗംഭീരമായ അവതരണം, കേട്ടു മതിയാവാത്ത അർത്ഥത്തിൽ തഫ്സീറുകളുടെ ലോകത്ത് നിന്ന് എന്തൊരു മാത്രം വിവരമാണ് കിട്ടിയേക്കണത്. നമ്മൾ ബി അപ്ഡേറ്റഡ്. നമുക്ക് വിവരം ഉണ്ടാവണം, പഠിച്ചുകൊണ്ടിരിക്കണം, അതിന് നന്നായി അധ്വാനിക്കണം. കുറച്ചുകൂടി അധ്വാനശീലം ഉള്ള ഏറ്റവും നല്ല വിഭാഗമായിട്ട് നമ്മൾ മാറേണ്ടത് മുത്തഅല്ലിമീങ്ങളെ നമ്മൾ തന്നെയാണ്. റിസർച്ചുകൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവണം. അതെന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് സംഭവിക്കണത്, ഈ സിസ്റ്റത്തിൽ എന്തുകൊണ്ടാണ് പോകുന്നത്, ഈ സിസ്റ്റമാണോ നമുക്ക് ഇപ്പോൾ നല്ലത്, ഇനിയുള്ള കാലത്തിൻ്റെ ദൈവത്തിൻ്റെ രീതി എങ്ങനെയാവണം, ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ ഡീപ്പായ ചർച്ചകളിൽ രൂപപ്പെട്ടു വരേണ്ട ആശയമാണ്. നമ്മൾ കുറച്ചുകൂടി ഡീപ്പായി പഠിക്കണം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്, ഞാൻ കുറച്ച് മുത്തഅല്ലിം ക്വാളിറ്റീസും ഇടയിൽ ചേർത്ത് വെക്കുകയാണ്. കുറച്ച് പ്രധാനമായിട്ട് വേണ്ടത്, നമ്മൾ ഒരു കിതാബ് പഠിക്കുകയാണെങ്കിൽ തന്നെ തക്രാറുണ്ടാവണം, ആവർത്തിച്ച് പഠിക്കണം. പൊതുവേ നമ്മുടെ ഒന്നാം ദർസ് കിട്ട ഒരു സ്റ്റൈല് എന്ന് പറയുന്നത് പിറ്റേന്ന് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള കിതാബ് അർത്ഥം വെക്കും എന്നുള്ളതാണ്. അതിലപ്പുറം ഒരു കിതാബിനും സിലബസിൽ കയറൂല, ഒന്നാം ദർസിലെ സിലബസിൽ കയറൂല. അതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ അത്തരത്തിലുള്ള കിതാബുകളുടെ വിവരങ്ങൾ നമുക്ക് പിന്നീട് നമ്മുടെ വിവരം അല്ലാതായി മാറും. ഒരു ചരിത്രം ആരെങ്കിലും പറയുന്നത് ഇത് എവിടെയോ കേട്ടോണ്ടല്ല നമുക്ക് തോന്നും, അത് നമ്മുടെ വിവരം അല്ലാതായി മാറും.
ഇബ്നു അത്തിയ്യത്ത് റളിയല്ലാഹുവിനെ വായിച്ചു ഓർക്കുന്നുണ്ട്. ഇബ്നു അത്തിയ്യത്ത് റളിയല്ലാഹു തന്റെ ജീവിതത്തിൽ സഹീഹുൽ ബുഖാരി 700 തവണ മുത്താല ചെയ്തിട്ടുണ്ട്. 700 തവണ. 75 വയസ്സാണ് ഇബ്നു അത്തിയ്യത്ത് റളിയല്ലാഹുവിന്. ഒരു 15 വയസ്സ് വരെ കുട്ടി അവിടെ ഇട്ടേക്ക്, ബാക്കി 60 കൊല്ലം. 60 കൊല്ലത്തിൽ മാസത്തിൽ ഒരു തവണ സഹീഹുൽ ബുഖാരി മുഴുവനായിട്ട് മുത്താല ചെയ്ത് തീർത്താലേ ഈ 700ലേക്ക് എത്തുള്ളൂ. 60 കൊല്ലം ഒരു മാസം ചുരുങ്ങിയത് ഒരു തവണ നോക്കി തീർക്കാത്താലേ ഈ 700 തവണയിലേക്ക് എത്തുള്ളൂ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. സഹീഹുൽ ബുഖാരിയിലാണെങ്കിൽ 7000+ ഹദീസുകളുണ്ട്. വെറുതെ അങ്ങോട്ട് വായിച്ചു നോക്കുമല്ലോ അവരുടെ മുത്താല എന്ന് പറഞ്ഞാല്. ഇതേ സഹീഹുൽ ബുഖാരി സഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം 1000 തവണ മുത്താല ചെയ്ത മഹാന്മാരുണ്ട്. ഈ ആവർത്തിച്ചിട്ടുള്ള പഠനം അല്ലെങ്കിൽ വായന നമ്മളിൽ നിന്ന് കുറയുന്നു. ഇപ്പൊ നമ്മുടെ ഒരു മുതിർന്ന ബാച്ചിന് സഞ്ചാൻ അതിനാ ഓതിയതാണ്, ഒറ്റയടിക്ക് തീർക്കും. ഓതിയല്ലേ. നമുക്ക് ഈ കിതാബുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇന്ന് ഒരു ഹദീസിന് വിശദീകരണം എഴുതിയിട്ട് ഒരു ലേഖനോ ഒരു പ്രസംഗത്തിന്റെ മാറ്ററോ റെഡിയാക്കി ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ഹദീസ് നോക്കിയിട്ട് ഒന്നും കൂടി ഒരു മാറ്റർ ഉണ്ടാക്കുമ്പോൾ പുതിയ പോയിന്റ് നമുക്ക് തെളിച്ചായിട്ട് വരും. ഇത് ന്യൂസ് പേപ്പർ അല്ലല്ലോ, ഹദീസല്ലേ. മഹാന്മാരങ്ങനെയാണ്. നവവി ഇമാം റളിയല്ലാഹുവിനോട് ഒരാള് ഒരു വിഷയത്തിൽ തർക്കിച്ചു. വിഷയം ഇങ്ങനെയാണ്: ഗസാലി ഇമാം റഹിമഹുള്ളയുടെ വസീത്ത് എന്ന കിതാബിൽ നിന്ന് നവവി ഇമാം ഒരു കാര്യം ഉദ്ധരിച്ചു. അപ്പോൾ ഈ കേട്ട ആള് ചോദിച്ചു, ഗസാലി ഇമാമിന്റെ വസീത്തിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണോ ഉള്ളത്? അപ്പൊ നവവി ഇമാം തിരിച്ചു മറുപടി പറയുന്നത് എന്താ അറിയോ? അങ്ങനെയാണ്, അങ്ങനെ അല്ല എന്ന അർത്ഥത്തിന് മുന്നേ മറുപടി പറയണത്, അത്തുനാസിഉനനി, നീ എന്നോടാണോ തർക്കിക്കണത്? വഖത്ത് ത്വാലഅതുഹു അർബഇയത്തി മറ, ഞാൻ ആ കിതാബ് ഫുള്ള് 400 തവണ നോക്കീന്. നവവി ഇമാമിന് എന്താ മെമ്മറി കുറവുണ്ടോ? കൂട്ടുകാരെ, നവവി ഇമാമിന്റെ കിതാബിന്റെ കാലത്ത് ആ കിതാബ് പഠിക്കുന്ന കാലത്ത് നമ്മൾ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ ഇപ്പൊ നന്നാവുക? നമുക്ക് എന്താ മാറ്റം വരിക? അപ്പൊ നമ്മൾ ആവർത്തിച്ച് വായിക്കുക. പള്ളി ദർസിൽ ഓതുന്ന കാലത്ത് തന്നെ ഖാലിദ് ഖാന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഒന്നിച്ചിട്ടുള്ള മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ കുറേ പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതെന്തായാലും വായിക്കണം. കൂടുതൽ വായിച്ചാക്ക് ആർട്സ് കോളേജിൽ ഉണ്ടായിരിക്കെ തന്നെ സഅദിയയിലെ മുത്തഅല്ലിങ്ങളെ ഒട്ടനവധി മുത്തഅല്ലിങ്ങളുടെ അനുഭവങ്ങളിലുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ ഖാലിദ് ഖാണ് വായിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. ആർട്സ് കോളേജിൽ അധ്യാപകനേ ഉള്ളൂ. സഅദിയ മുഴുവനും അപ്ഡേറ്റഡ് ആവണം എന്ന് തലച്ചോറിൽ കൊണ്ട് നടക്കുന്ന ആളാണ് ഖാലിദ്. അതാണ് തനിക്ക് നിശ്ചയിച്ച ഒരിടത്തിൽ നിന്നുകൊണ്ട് അവിടെ മാത്രം നോക്കി എൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചു, ഞാൻ പത്രക്ക് ഉറങ്ങും എന്ന് വിചാരിക്കുന്ന അടുത്തല്ല ഉസ്താദ് ഉള്ളത്, അല്ലെങ്കിൽ ഖാലിദ് ഉള്ളത്. തൻ്റെ ജീവിതത്തിൽ ചെറിയ ആയുഷ്കാലം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടാവും. ആ ആയുഷ്കാലത്തിൽ തനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം ദഅവത്തിന്റെ വഴിയിലേക്ക് എത്തിച്ച് തൻ്റെ മരണശേഷം എൻ്റെ ഖബർ സ്വർഗ്ഗാക്കാൻ വേണ്ടി പണിയെടുക്കേണ്ട ആയിരങ്ങളെ സൃഷ്ടിക്കാൻ കുഞ്ഞളം കാലത്ത് ജീവിച്ച ഒരാളാണ് ഖാലിദ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കിയേ. ഖാലിദ് ഖാ വഫാത്തായിട്ട് ഖാലിദ് ഖാന്റെ പുസ്തകം വായിച്ചിട്ട് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടി ദീനിലേക്ക് കടന്നു വന്ന ആൾക്കാർ ആയിരങ്ങൾ SSFിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങൾ SSFിൽ ഉറച്ചു നിൽക്കുന്നു. എപ്പോഴും SSFിന്റെ ക്യാമ്പുകളിൽ ഖാലിദ് ഖായെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഖാലിദ് ഖാന്റെ ഒരു ശതമാനെങ്കിലും നമ്മൾ മരിച്ചാൽ നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന മീസാൻ കല്ലുകളുടെ ഉടമകളായി മാറാൻ കഴിയുമോ എന്ന ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കും. ഒറ്റയാനായി ജീവിച്ച് റീൽസുകളുടെ ലോകത്തുനിന്ന് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കുത്തിക്കയറ്റി അവനവനിസത്തിന്റെ ലോകത്ത് ഒതുങ്ങി നിന്നാൽ ഒട്ടും കിട്ടൂല. അർഷിന്റെ തണൽ കിട്ടുന്ന 100 കണക്കിന് വിഭാഗത്തെ ആരംഭിക്കുന്നത് ഹദീസിൽ ഇമാമുൻ ആദിൽ എന്ന് പറഞ്ഞിട്ടാണ്. ഇമാമുൻ ആദിൽ, അതാണ് ആദ്യത്തെ ആൾ. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. അർഷിന്റെ തണൽ കിട്ടുന്ന 100 കണക്കിന് വിഭാഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സഹാബി ഇമാമിന്, സുയൂത്തി ഇമാമിനൊക്കെ കിതാബുകളുണ്ടല്ലോ. അതിൻ്റെ ഒന്നാമത്തെ ആൾ, ഫസ്റ്റ് ഓഫ് ഓൾ, ഇമാമുൻ ആദിൽ. എന്താ കാരണം? ആ രാജാവ് കുറെ അനുയായികൾക്ക് തണലായതുകൊണ്ട് അയാൾക്ക് തണലില്ലാത്ത കാലത്ത് അള്ള തണൽ കൊടുക്കും എന്നാണ് ഇമാമുൻ ആദിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ തണലാവുക. തണൽ ബാക്കിയുള്ളവർക്ക് ആവണമെങ്കിൽ തണൽ വിരിക്കാനുള്ള ചിറകുകൾ ഉണ്ടാവണം. ചിറക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാലമാണ് പഠനകാലം. അധ്വാനിച്ച് പഠിക്കുക. ഈയിടെ ഒരു മഹാന്റെ ചരിത്രം വായിക്കാനിടയായി. ആ മഹാൻ
കിതാബ് വിളക്ക് കത്തിച്ചിട്ട്, പഴയ കാലം എന്ന് പറഞ്ഞാൽ ഈ CFL ലൈറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് എണ്ണയിൽ വിളക്ക് കത്തിച്ച്, തിരിയെടുത്ത് വിളക്ക് കത്തിച്ച് ഇരിക്കുന്ന കാലത്ത് ഇങ്ങനെ കിതാബ് മുത്താല ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മഹാന്റെ തലീക്കെട്ടിനേക്ക് ഈ വിളക്കിന്റെ തീ പിടിച്ചത്രേ. ഈ തലീക്കെട്ട് കത്തിക്കരിഞ്ഞിട്ട് തലക്ക് പൊള്ളലേറ്റപ്പോഴാണ് ഈ മഹാന്റെ മനസ്സിലാവണത്. അങ്ങനെ മഹാന്റെ 14 തലീക്കെട്ട് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് അറിയില്ല. ഇൽമിന്റെ ലോകത്ത് ലദ്ദത്തിൽ, ടേസ്റ്റിൽ അങ്ങ് ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവർക്ക് ഇത് അറിയണില്ല. കല്യാണം കഴിച്ച ആദ്യത്തെ രാത്രി ഭാര്യ ഉള്ള റൂമിലേക്ക് പോവുക ഒരു മഹാൻ. അപ്പോൾ ആ റൂമിന്റെ പുറത്ത് മേശപ്പുറത്ത് ഒരു കിതാബ് കണ്ടു. ആ കിതാബ് എടുത്തിട്ട് കുത്തിയിരുന്ന് വായിക്കാൻ തുടങ്ങി. നല്ല പോയിന്റുകൾ ഉണ്ടല്ലോ എന്നർത്ഥിട്ട് വായിച്ച് 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 സുബിയായത്രേ. കിതാബ് വായിച്ചു തീർക്കുമ്പോൾ വനസിയ സൗച്ചത്തഹു, ഭാര്യനെ മറന്നുപോയി. ഒരു ശിഷ്യൻ ദർസിലെ ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിൽ കിതാബ് നോക്കാനുള്ള തൗഫീഖ് ഉണ്ടോ? ഉണ്ടെങ്കിലേ ഞാൻ വരുന്നുള്ളൂ എന്ന്. അവർക്ക് തലച്ചോറിൽ മുഴുവനും ഇൽമാണ്, ടേസ്റ്റ്. അതാണ് ശരിക്കും നമ്മൾ ഭാഗ്യവാന്മാരല്ലേ. നമ്മൾ വെറുതെ, നിങ്ങൾ ആരോടും പുറത്തു പറയണ്ട. ഷെഹറാൻ ഇമാം, സുയുത്തി ഇമാം, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ, സക്കരിയ അൻസാരി തങ്ങൾ, ഷാഫി ഇമാം, ഇമാം റളിയല്ലാഹു അൻഹു, ഇത്ര വലിയ കുത്തുബായ ഔലിയാക്കളായ മഹാന്മാരുടെ പേര് പറയാനും അവരെ പേര് എഴുതാനൊക്കെ കോടിക്കണക്കിന് മനുഷ്യന്മാർക്കിടയിൽ നമ്മളെപ്പോലത്തെ കുറച്ചാക്കല്ലേ അള്ളാഹു തൗഫീഖ് തന്നെ. നമ്മൾ ശരിക്കും ഷെഹറാൻ ഇമാമിനും, സുയുത്തി ഇമാമിനും, ഇമാമിനും, അസ്ഖലാനി ഇമാമിനും, സഹാബി ഇമാമിനൊക്കെ പറയാൻ എന്ത് അർഹതയുള്ളത്? ശരിക്കും നമ്മളൊട്ടും അർഹരല്ല. എന്നിട്ടും റഹ്മാനായ റബ്ബ് നമ്മളെ പിടിച്ചിലെടുത്തിയില്ലേ. എന്നിട്ട് ഇത് അനുഭവിക്കുന്നില്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത, ഭാഗ്യം നഷ്ടപ്പെട്ട വിഭാഗം എന്ന് ഇമാം റഹിമുള്ള പറഞ്ഞ പോലെ നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടുപോകില്ലേ. കുറച്ചുകൂടി പഠിക്കണം, അപ്ഡേറ്റഡ് ആവും. ഖാലിദ് കെ എടുത്തു പറയുമ്പോൾ ഖാലിദ് കെയുടെ ദഅവത്തിന് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഏരിയ ഏതാണെന്ന് വെച്ചാൽ ഖാലിദ് ഖാൻ്റെ ഒരു സൗഹൃദമാണ്. സൗഹൃദം. ഇസ്തക്സിറു മിനൽ ഇഖ്വാനി ഫില്ലാ ഫഇന്ന ലികുല്ലി മുഅ്മിനിൻ ശഫാഅ എന്ന സിദ്ധാന്തിക്കുണ്ടല്ലോ ഇസ്ലാം. നിങ്ങൾക്ക് കുറേ നല്ല കൂട്ടുകാരുണ്ടാവണം. ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെട്ടാലോ എന്നുള്ളതാണ് SSFകാരോട് എപ്പോഴും സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല കുറേ കൂട്ടുകാരുണ്ടാവണം നമുക്കൊക്കെ. ആരുടെയെങ്കിലുമൊക്കെ ശഫാഅത്ത് കൊണ്ടെന്ന് രക്ഷപ്പെട്ടാലോ. ഖാലിദ് ഖാൻ്റെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് കുറച്ചുകൂടി പച്ച മണ്ണിൻ്റെ ഗന്ധമുള്ള സൗഹൃദമാണ്. ഒന്നുകൂടി പച്ചപ്പുള്ള ഒരു നനവുള്ള സൗഹൃദമാണ് ഖാലിദ് കെയുടേത്. ബസ് യാത്രയിൽ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരേക്ക്, കണ്ണൂരിൽ നിന്ന് പാനൂരേക്ക് ഉള്ള ബസ് യാത്രയിൽ ഉദാഹരണത്തിന് കൂടിയിരിക്കുന്ന ആരാണെങ്കിലും, ഏതൊരാളാണെങ്കിലും, ഏത് മതമാണെങ്കിലും, ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളാണെങ്കിലും അയാളെ പരിചയപ്പെടും എന്ന് മാത്രമല്ല, ഡയറിയിൽ, തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കും. അഡ്രസ്സ് അടക്കം എഴുതി വെക്കും. അത് വെറുതെ ഒരു ആചാരമായിട്ട് ഉപചാരമായിട്ടോ എഴുതിയെടുക്കണമല്ല. പിറ്റേന്ന് ഒരു കാർഡ്, പഴയ കാലത്തെ ആ ലെറ്റർ എഴുതാനുള്ള കാർഡിൽ ഖാലിദാണ് ഇന്നലെ ബസ്സിൽ പരിചയപ്പെട്ടത്. ഞാൻ സുരക്ഷിതനായി വീട്ടിലെത്തിയിട്ടുണ്ട്, നിങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു പറഞ്ഞിട്ട് ലെറ്റർ വിടും അത്ര അവർക്ക്, ബസ്സിൽ പരിചയപ്പെട്ടവർക്ക്. എങ്ങനെ ഈ ഖാലിദിനെ ഉമ്മത്ത് മറക്കാല്? ആർക്കാ കഴിയ കൂട്ടുകാർ ഇങ്ങനെയൊക്കെ ഒരു പച്ചപ്പുള്ളൊരു ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കാൻ? ഖാലിദ് മരണപ്പെട്ടപ്പോൾ ആ നാട്ടിലെ അമുസ്ലിം അധ്യാപകർ പറയുന്നുണ്ട്, എന്താണ് ഈ മോന് ചെയ്തു തീർത്ത നന്മാണ്, ഞാൻ പഠിപ്പിച്ച കുട്ടിയാ. ഇപ്പം അവിടെ ഖാലിദ് സ്കൂൾ അൺഎയ്ഡഡ് സ്കൂൾ മാത്രമല്ല, സ്കൂളിൻ്റെ പേരും ഖാലിദ് ജനിക്കുന്നതിന് മുമ്പ് രൂപപ്പെട്ട സ്കൂളിൻ്റെ പേര് ഖാലിദ് സ്കൂൾ എന്നാ. നിങ്ങൾ ചൊക്ലിയിൽ പോയി നോക്കൂ. ഒരു നാടിൻ്റെ മുഴുവനും ഇഷ്ടക്കാരനാണ് ഖാലിദ് എന്ന കുഞ്ഞുമോൻ. സൗഹൃദം അത്രമാത്രം സ്നേഹവസ്ത്രമാണ്. അത്രമാത്രം സ്നേഹമായിരിക്കും അവിടുത്തെ സൗഹൃദം എന്ന് പറഞ്ഞാൽ. ഓരോരാൾക്കും പേഴ്സണൽ പറയാനുണ്ടാവും, ഖാലിദ് കാക്ക എന്നോടാ കൂടുതൽ ഇഷ്ടം എന്ന് ഓരോരാൾക്കും പറയാനുണ്ടാവും. സൗദിയിൽ തന്നെ ഒരു കുട്ടി വെക്കേഷൻ കഴിഞ്ഞിട്ട്, ലീവ് കഴിഞ്ഞിട്ട് ദീർഘ ദിവസങ്ങളിൽ ലീവായി. വെക്കേഷൻ കഴിഞ്ഞു, വരേണ്ട സമയമായി, എന്നിട്ടും ദീർഘമായി ലീവായി. അപ്പോഴാണ് ആ കുട്ടീൻ്റെ എഴുത്ത് വരുന്നത്. എനിക്ക് വലിയ സങ്കടമുണ്ട്, എൻ്റെ അസുഖമായിട്ടാണ് ഈ 1 മാസത്തിനടുത്ത് ലീവായത് എന്നുള്ള അർത്ഥത്തിൽ ആ കുട്ടീൻ്റെ ഒരു വർത്തമാനം. അതുകൊണ്ടാണ് ഞാൻ ലീവായത് എന്ന്. എന്താ സങ്കടം മോനെ? സങ്കടം വേറൊന്നുമല്ല, ഇതേപോലെ എനിക്ക് കഴിഞ്ഞ വെക്കേഷൻ കാലത്തും സ്കൂൾ കോളേജ് തുറക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മക്ക് അസുഖമായിരുന്നു. അന്ന് ഒരാഴ്ച
ഞാൻ ലീവായപ്പോൾ തന്നെ ഖാലിദ്ക്ക എൻ്റെ വീട്ടിൽ വന്നിട്ട് ദ്വാരന്നിട്ട് ആശ്വസിപ്പിച്ച് പോയിരുന്നു. ഇതിപ്പോൾ ഒരു മാസത്തിനടുത്തായിട്ടും ഖാലിദ്ക്കില്ലല്ലോ വരാൻ എന്ന് പറയുന്നുണ്ട്. ഹൃദയങ്ങളിലാണ് ആ ഖാലിദിൻ്റെ ശേഷമുള്ള ഖ എന്ന ബഹുമാനത്തിൻ്റെ വാക്ക് ഹൃദയങ്ങളിലാണ്. ഖാലിദ്ക്ക ഇല്ലല്ലോ. അന്ന് ഖാലിദ്ക്ക സലാലിയിൽ പോയിരുന്നു ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട്. ആ വർഷത്തെ ഓർമ്മിപ്പിച്ചിട്ടാണ് ആ കുട്ടി പറയണത്, എൻ്റെ വീട്ടുകാരാണ് ഖാലിദ്ക്ക ഇല്ലല്ലോ എന്ന് പറയണത്. നമുക്കങ്ങനെ കുറേ പേര് സൃഷ്ടിച്ചെടുത്താൽ എന്താ, ഒരു പച്ച നനവുള്ള, ഒരു പച്ചപ്പുള്ള, ഒരു ഗോഗ്രീനായ ഒരു പച്ചപ്പുള്ള ജീവിതം നമുക്ക് നയിച്ചാൽ എന്തേ, ജാടകളൊക്കെ ഒന്ന് നിർത്തിയിട്ട് സാധാരണക്കാരായ കൂട്ടുകാർ വിശുദ്ധരാണ് എന്ന് നമ്മളെ കുറിച്ച് അവരെപ്പോഴും ആലോചിക്കും. അങ്ങനെ തന്നെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ കൂട്ടുകാരുടെ ഒരു തോളത്ത് കൈവെക്കുമ്പോഴേക്ക് ആ കുട്ടി ഇങ്ങനെ നന്നാവും. നിങ്ങൾ സാധാരണ ഒരു മുടിയനായ ഒരു ചെറുക്കൻ ആ കുട്ടീൻ്റെ തോളത്ത് മുത്തവല്ല് പഠിക്കുന്ന ഒരു മോന്, മുഖ്തസറിൽ പഠിക്കുന്ന ഒരു മുത്തല്ലിമ, തലപ്പാവുധാരിയായ ഒരു കൂട്ടുകാരൻ തോളത്ത് കൈവെക്കുമ്പോൾ ഓൻ്റെ ഹൃദയം ഒന്ന് നനയും. എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ തമ്മാടി ഫ്രോഡ് എന്നാണ് ഈ നാട്ടിലൊക്കെ മുദ്ര കുത്തപ്പെട്ടത്. ലഹരി MDMൻ്റെ ആളെന്നാണ് എല്ലാവരും എന്നെക്കുറിച്ച് പറയണത്. ഉപയോഗിച്ചിട്ടില്ല എന്നല്ല, ഉപയോഗിച്ചിനെ നന്നാവണം ഉസ്താദെ, തിരുത്തി തരണം എന്ന് പറയാനാണ് ഈ കൂട്ടുകാരൊക്കെ വിചാരിക്കണത്. തോളത്ത് കൈവെക്കാനും തലോടാനും കൂട്ടുകാർക്ക് ആരും ഇല്ല എന്നുള്ളതാണ് പുതിയ കാലത്തെ ജനറേഷൻ, ആൽഫ ജനറേഷൻ നേരിടുന്ന ഒരു പ്രശ്നം. അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ ലോകത്തേക്ക് നമുക്ക് പോകാൻ പറ്റണം. ജീലാനി ശേഖർ റളിയല്ലാഹു അൻഹു പറയണത് ഷെഹറാനി ഇമാമിന്റെ അൽ മൻഹജുൽ മുത്തഹറിലുണ്ട്. എന്താ പറയണതെന്നറിയോ? തെറ്റുകാരായ ഒരാളെ നിനക്ക് കിട്ടിയാൽ, നിന്റെ മുന്നിൽ തെറ്റുകാരനായ ഒരാളെ ലഭിച്ചു എങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ കോടിക്കണക്കിന് സ്വത്ത് തിരിച്ചു കിട്ടിയ സന്തോഷം ഉണ്ടാവണം. അയാളെ നന്നാക്കാനുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടിയല്ലോ എന്ന വിചാരത്തിൽ ഞാൻ ആ ഭാഗത്തേക്കില്ല, ആ നാട്ടുകാരോട് വേദം പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ യൂണിറ്റ് ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയൂല എന്നിങ്ങനെ ചാപ്പ കുത്തി മുദ്ര കുത്തി പോകുന്നതിന് പകരം അവിടെയൊക്കെ സാധ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കണം. ഈ അടുത്ത് ചൊക്ലയിൽ ഒരു അനുസ്മരണം ഉണ്ടായിരുന്നു ഖാലിദ് ഖാന്റെ പേരിൽ. എത്ര പേര് ഒരുമിച്ച് കൂടി ഒരു സംഗമം. ആ സംഗമത്തിൽ ഒരാൾ പറയുന്നുണ്ട്, വളരെ റിമോട്ടഡായ ഒരു ഏരിയയിൽ അങ്ങോട്ടേക്ക് പോകാൻ ഒരു സാധ്യതയും വഴിയും ഒന്നും ഇല്ലാത്ത കാലത്ത് തന്നെ ഖാലിദ് അവിടെ പോയിട്ട് യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ യൂണിറ്റ് ഉണ്ടാക്കാൻ പോകാനുള്ള യാത്രയിൽ അങ്ങോട്ട് പോയാൽ തിരിച്ചു വരാൻ കഴിയില്ല, കടവാണ്, തോണി കിട്ടൂല, തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ഖാലിദ്ക്ക് ചോദിച്ചത് എന്ന് പറയണ്ടേ. വെറുതെ ഒരു ഖാലിദ് അനുസ്മരണം നടത്തി പോകുന്നതിന് പകരം ഇവിടെ ഇരിക്കുന്ന ഓരോ കൂട്ടുകാരുടെയും തലച്ചോറിൽ അല്ലെങ്കിൽ മനസ്സിൽ, ഹൃദയത്തിൽ, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ചേഞ്ച് വരുത്താൻ പാകത്തിലായിരിക്കണം ഈ അനുസ്മരണ സംഗമം പിരിഞ്ഞു പോകുമ്പോഴേക്ക് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഈ സംഗമം സാർത്ഥകമാവുന്നത്. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവണം. അതിന് കുറെ സൗഹൃദങ്ങൾ, തെറ്റ് തിരുത്തി കൊടുക്കുന്നത് വളരെ സൗമ്യമായിട്ടായിരിക്കും ഖാലിദ്ക്ക് തെറ്റ് തിരുത്തി കൊടുക്കുക. ഒരാൾക്കും വിഷമമില്ലാത്ത രീതിയിലാണ് തെറ്റ് തിരുത്തി കൊടുക്കുക എന്ന് ഖാലിദിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരാൾക്കും വിഷമമില്ലാത്ത രീതിയിൽ. മോൻ്റെ ഭക്ഷണം നന്നായിട്ട് കൂടിയും തോന്നുമല്ലോ. ഇല്ല സാർ, ഭക്ഷണം കൂടിയതുകൊണ്ടായിരിക്കുമല്ലോ കുടലൊക്കെ വെറുത്തു. എനിക്കെന്ത് കുടല്? കുടലില്ല. ഇല്ല. കുപ്പായത്തിനുള്ളിൽ നല്ല കുടൽ ഇല്ല. കുടല് വലുതായോണ്ടായിരിക്കും നിന്റെ തുണി നെരിയാണിക്ക് താഴെ പോയതെന്നാണ് ഞാൻ വിചാരിച്ചു. അവിടെ നമ്മൾ അൽ മുസ്ബിലു ഫിന്നാർ എന്നൊക്കെ പറയണത് യസിറ വലാ തുനഫിറ എന്നുള്ള ഹദീസ് തർക്കീബ് വെക്കാനുള്ളതാണോ? സോഫ്റ്റ് ആവൂ, നിങ്ങൾ കടുപ്പമാവല്ലേ എന്ന് ദായിമാരായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ് യസ്സിറ, സോഫ്റ്റ് ആക്കൂ, വലാ തുനഫിറ, വെറുപ്പിക്കല്ലേ, പറഞ്ഞു വെറുപ്പിക്കരുത്. പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും ഒരു നിസ്കാരം ഒഴിവാക്കിയാലുള്ള 15 ശിക്ഷകൾ. അന്നേരം തന്നെ ഓൻ പേടിച്ചൊരുക്കി. പള്ളിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ 40 കൊല്ലത്തെ അമൽ ഭൗതിക സംസാരം കൊണ്ട് പൊളിയും. ഓൻക്കാകെ 38 വയസ്സേ ആയിട്ടുണ്ടാവും. കുറച്ചൊക്കെ ഒന്ന് സോഫ്റ്റ്. ഈ ഹദീസ് സ്വഹീഹൊന്നും അല്ല, ലഈഫുമല്ല, മൗളൂ ആണ്. ഞാൻ പറഞ്ഞു വരുന്ന ഒരാശയം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് സോഫ്റ്റ് ആവാൻ കഴിയും. തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടി തിരുത്തി കൊടുക്കണം. നമുക്ക് ആ മസല അറിയാം എന്ന അർത്ഥത്തിൽ തിരുത്തി കൊടുക്കരുത്. അതിന് കൂലിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണത്തിൽ ഒരാളെയും വ്യക്തിപരമായി പരാമർശിക്കാറില്ലല്ലോ. ക്ലാസ്സിൽ ഇല്ല,
ഇനി തങ്ങൾക്കൊരു തെറ്റ് തിരുത്തി കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെ പറയുള്ളൂ? മാബാലു അഖ്വാമിൻ എന്ന് പറഞ്ഞിട്ട് യഫ്അലൂന കദാ വ കദാ എന്ന വർത്താനേ പറയുള്ളൂ. ചില ആൾക്കാർ നിസ്കാരത്തിൽ കണ്ണ് മുകളിലോട്ടാക്കുന്നുണ്ടല്ലോ, താഴെയല്ലേ നോക്കേണ്ടത്, അങ്ങനെ പറയുള്ളൂ. ഇന്നാളെന്നൊന്നും പറയൂല, തെറ്റ് തിരുത്തും, ആരെയും വിഷമിപ്പിക്കാതെ. ഞാൻ പിന്നെ ഉള്ള പോലെ അങ്ങ് പറയും എന്ന് പറയുന്നത് എല്ലായിടത്തും മദ്ഹല്ല. അത് ഒരു ഇളാഫിയായ മദ്ഹാണെന്ന് തിരിച്ചറിയാൻ വിവരം പോരാ, തിരിച്ചറിവുണ്ടാവണം, പക്വത വേണം, നിലപാടുണ്ടാവണം, സമൂഹത്തോട് ഇടപെടണം. അതിനല്ലേ SSFൽ പ്രവർത്തിക്കൂന്ന് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണത്. പൾസറിയൂ, ന്യൂജൻ മാറിയിട്ടുണ്ട്. ഫേസ്ബുക്ക് വയസ്സന്മാർക്ക് വിറ്റിട്ട് ഇൻസ്റ്റ ഏറ്റെടുത്ത കൂട്ടുകാരിയാണ് നമ്മൾ ദഅവത്ത് നടത്തേണ്ടത്. ഈ ഇട്ടാവട്ടത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ വിവരം നേടണം, ശരിയാണ്. പക്ഷെ പുറം ലോകം നമ്മൾ അറിയണം, ഇതേതാണ് ലോകം എന്ന്. അനുദിനം ശത്രുക്കൾ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിവാദം അല്ല നാളെ. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മളിൽ രൂപപ്പെടണം. സൗഹൃദം സൂക്ഷിക്കുന്ന, വിജ്ഞാനത്തിൻ്റെ ത്വരയുള്ള, സ്നേഹമസൃണമായ പെരുമാറ്റമുള്ള ഖാലിദിനെ നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് വായിക്കുമ്പോഴും നമ്മൾ വായിക്കേണ്ട വേറൊരു ഏരിയ ഉണ്ട്. എന്താ ഏരിയ എന്ന് ചോദിച്ചാൽ, ഖാലിദിൻ്റെ മിക്ക ക്ലാസ്സുകളിലും സംസാരത്തിലും ഖബറും മരണവും കടന്നു വരും. മരിക്കണം, നമ്മൾ എപ്പോഴാണ് മരിച്ചു പോകുക? നിങ്ങളത് ഓർമ്മകളിലോ ഖാലിദിലെ ഉമർ പന്നിയൂരിൻ്റെ ലേഖനം വായിച്ചാൽ അത് മനസ്സിലാവും. ഈ ആശയം ഖാലിദിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മുത്തഅല്ലിമീങ്ങൾക്ക് മരണം ഓർക്കൽ സുന്നത്തില്ല എന്ന് കിതാബിലുണ്ട്. ശരി, അതിനർത്ഥം എന്നാ? അതിൻ്റെ താല്പര്യം എന്നാ? പഠനത്തിന് തടസ്സമാകുന്ന വിധത്തിൽ മരണം ഓർമ്മിച്ചിട്ട് നീ എന്താ ക്ലാസ്സിന് വരുന്നില്ലേ? ക്ലാസ്സിന് വരുന്ന വഴിയിൽ മരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണോ? അങ്ങനെ ആവരുത്. അല്ലാതെ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാത്തി എന്ന് പറയുമ്പോൾ വനുസുക്കി വമായ അർത്ഥം ചിന്തിക്കാണ്ട് അങ്ങനെ പോകണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മിൻ അദാബിൽ ഖബരി ഒമിൻ ഫിത്നത്തിൽ മഹയ എന്ന് അത്തഹിയാത്തിൻ്റെ ലാസ്റ്റത്തെ ദുആയിൽ, നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ വജ്ജഹത്തുൽ 2 സ്ഥലത്തും മരണം ഉണ്ടല്ലോ. അപ്പോൾ അർത്ഥം ചിന്തിക്കണമെന്ന് പറയുകയും ചെയ്യുക, മുത്താലിങ്ങൾക്ക് സുന്നത്തില്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുക. അതിൽ വൈരുദ്ധ്യമൊന്നുമില്ല. നമ്മൾ മരിക്കും, അത് ഓർമ്മയിലുണ്ടാവണം. അതിനെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം, അസറ്റ് ഉണ്ടാക്കണം. അതിന് ഈ കാലത്തെ ഏറ്റവും നല്ലൊരു അവസരം എന്താണെന്ന് വെച്ചാൽ, ഖബർ എന്ന മണിയറയാക്കാനുള്ള ഒരു ടീമിനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കാലത്തെ ഏറ്റവും ബുദ്ധി. അതാണ്. അത് SSF ഒരുക്കി തരുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഇത് ഓഫറാണ് എന്ന് വിചാരിക്കരുത്, ഇതൊരു ഫിക്ഷനാണ് എന്ന് തോന്നരുത്. ഇത് നിങ്ങളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. SSFകാരൻ മരണപ്പെട്ടു എന്ന് ബ്രാക്കറ്റിലുണ്ടെങ്കിൽ ഓൻക്ക് കിട്ടുന്ന ദുആഇന് എണ്ണം കൂടുതലായിരിക്കും. അത് ഈ സംഘടനയുടെ ഒരു ബർക്കത്താണ്. SSFകാരനായ ഒരു കൂട്ടുകാരൻ, നമ്മുടെ ഡിവിഷനിലെ തളിപ്പറമ്പിലെ ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ്റെ അനുജത്തി പെങ്ങൾ മരണപ്പെട്ടു. എത്ര ലക്ഷം തഹ്ലീൽ SSFകാർ ചൊല്ലിത്തീർത്തത്. SSFകാരനായ ഒരു കൂട്ടുകാരൻ്റെ ഉമ്മ മരണപ്പെട്ടു നമ്മളെ നാട്ടിൻ്റെ അടുത്തുനിന്ന്. ആ കൂട്ടുകാരൻ ഇന്ന് അനുഭവം പറയും, ഞാൻ SSFകാരനൊന്നും ആയിരുന്നില്ല, സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, വിഭാഗം സുന്നി AP വിഭാഗം തന്നെയാണെങ്കിലും എൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ SSFകാരൊക്കെ വീട്ടിൽ വന്ന് ദ്വാരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ SSFനല്ലേ എനിക്ക് വേണ്ടത് എന്ന് വിചാരിച്ചിട്ടാണ്. ആലിമീങ്ങൾ വഫാത്താവണില്ലേ? ഉണ്ട്. MA ഉസ്താദിനെ പോലെ, താജുൽ ഉലമയെ പോലെ, സിത്താരി ഉസ്താദിനെ പോലെ എന്താ ഇങ്ങനെ ഖൈറാത്തുകൾ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നവർ എന്തുകൊണ്ടാ? സാധാരണ ജീവിതം നയിച്ചവർക്ക് കിട്ടാത്തത് എന്താ കാരണം? അവർ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ജീവിച്ചു എന്നുള്ളതാണ്. പരപ്പനങ്ങാടി ട്രെയിൻ ഇറങ്ങിയിട്ട് വാളക്കുളത്തേക്ക് പോകുന്ന MA ഉസ്താദ് 15 കിലോമീറ്റർ നടക്കുന്നു. ആ MA ഉസ്താദിനെ കേരളമല്ല ലോകം മറക്കൂല. ICFൻ്റെ കീഴിലുള്ള GCC രാജ്യങ്ങളിലെ മുഴുവൻ മദ്രസകളിലും KCFൻ്റെ അണ്ടറിലുള്ള മദ്രസയാണെങ്കിലും
കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഉള്ള മദ്രസയാണെങ്കിലും അവിടെയൊക്കെ ഒരു കൂലി നമ്മുടെ MA ഉസ്താദ് വാങ്ങിയിട്ടാണ് ജാമിഅ സയ്യിദിയൻ്റെ മുറ്റത്ത് കിടക്കുന്നത്. എന്തായിരിക്കൂലേ, എത്ര ഹൈറാത്തായിരിക്കുമല്ലേ. നമ്മളിപ്പോൾ MA ഉസ്താദിന് ഫാത്തിഹ ഓതിയാൽ നമ്മൾ പഠിച്ച ഫാത്തിഹ തന്നെ എവിടുന്ന? മദ്രസയിൽ നിന്ന്. അതുണ്ടാക്കിയതാരാ? കുറച്ചുകൂടി ഇവിടുത്തെ കൂട്ടുകാരാണ് സംഘടനാ സ്പിരിറ്റ് നന്നായിട്ടുണ്ടാവേണ്ടത്. മരിക്കുമെന്ന ബോധം നമുക്കുണ്ടാവണം. ഇതേ സമയത്ത് തന്നെ ഖാലിദ് ഇബാദത്തിൽ വലിയ കണിശത ഉള്ള ആളായിരുന്നു. തഹജ്ജുദും ദുഹയും ഒഴിവാക്കാത്ത ജീവിതം. പാതിരാത്രി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സഅദിയയിലേക്ക് എത്തിയാൽ 1 മണി 2 മണിക്ക് ഉറങ്ങുമ്പോൾ 3:30 ഉണർന്നിട്ട് തഹജ്ജുദും തൻ്റെ ശരീരത്തിന് ഉറക്കച്ചടവ് ഉണ്ടാകുമ്പോൾ തന്നെ ഇബാദത്തുകളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ MA ഉസ്താദ് പറഞ്ഞത്രേ, ഖാലിദേ കുറച്ചൊന്ന് തടിനെ നോക്കുമോനെ, ഇന്നലി ജസദിക ഹക്കൻ, ശരീരത്തോടും കടപ്പാടുണ്ടല്ലോ മോനെ, ഇബാദത്ത് കുറക്കടാ എന്ന് പറയുന്നുണ്ട്. MA ഉസ്താദ് ഒരു കാര്യം പറയണമെങ്കിൽ വെറുതെ ഒന്നും പറയൂലല്ലോ. ഒരു സാധാരണക്കാരനായ പ്രവർത്തകനോട് സമസ്തന്റെ അഭിവന്യരായ ഗുരുവര്യർ ഒരു വാക്കുപോലും എഡിറ്റില്ലാത്ത വധം എഴുതുകയും പറയുകയും ചെയ്യുന്ന ആ മഹാൻ പറയാ, ഇബാദത്തൊന്ന് കുറക്കണം മോനെ. പണ്ഡിതർക്ക് മാതൃകയാണെന്ന് MA ഉസ്താദ് ഖാലിദ് ഖാനെ കുറിച്ച് പറയണത് വെറുതെ അല്ല. 40 ദിവസം ഹജ്ജിന് കൂടെ ഉണ്ടായിരുന്ന അമീറായ ഉസ്താദ് പറയുന്നുണ്ട്, ഖാലിദ് എന്തൊരു ഇബാദത്ത്, അവന് കുറച്ചു ഉറങ്ങടോ എന്ന് പറയട്ടെ. ഖുർആൻ ഓതാത്ത ദിവസങ്ങളില്ല. ആ കാലത്തെ SSFന്റെ ഭാരവാഹികൾ പറയാറുണ്ട്, തുണിസഞ്ചിയിൽ പലപ്പോഴും ഖുർആൻ ഉണ്ടാവും. എന്നെങ്കിലും ഓതാനൊട്ട് നേരമില്ല, ട്രെയിനിൽ കയറാൻ സമയമായി, സീറ്റില്ല ജനറൽ കമ്പാർട്ട്മെന്റിൽ. അങ്ങനെ തിരക്കിനിടയിൽ കയറുമ്പോൾ ഖുർആൻ ഓതാനൊട്ട് കഴിയുകയും ചെയ്യില്ല. ഇപ്പം റെയിൽവേയിൽ എത്തിയിട്ടേ ഉള്ളൂ, ട്രെയിനൊട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഖുർആൻ ഒന്ന് തുറന്നിട്ട് ഓതാനൊന്നും സമയമില്ല റബ്ബെ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഒരു മുത്തം കൊടുക്കുന്നുണ്ട്. എങ്ങനെയാ ഈ ഖുർആൻ തിരിച്ച് ഷഫാത്ത് ചെയ്യാണ്ടിരിക്കുക? ലജ്ജിച്ചു പോവും. MA ഉസ്താദ് വെറുതെ ഇപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് പറയോ, പണ്ഡിതർക്ക് മാതൃക. നാണം കെട്ടുപോകും നമ്മൾ തന്നെ. പരിചയപ്പെട്ടവരൊന്നും മറക്കൂല ഖാലിദ് കെ. കുഞ്ഞിളം കാലത്തു തന്നെ നല്ല ജീവിതം നയിച്ച് ചെറിയ കാലത്തു തന്നെ റബ്ബിന്റെ കണക്കാക്കിയ ടൈം ആവുമ്പോൾ ഇവിടുന്ന് പോകുന്ന കാലമാവുമ്പോഴേക്ക് ഈ ഉമ്മത്തിന് SSF എന്നുണ്ടോ, അല്ല പ്രസ്ഥാനം ഏത് കാലത്തുണ്ടോ ആ കാലത്തെ പ്രവർത്തകർക്കെല്ലാം മാതൃകയാക്കും വിധത്തിലുള്ള ഒരു ജീവിതം നയിച്ച ഖാലിദ് കെ വായിച്ചു തീരുമ്പോൾ നമ്മളിൽ രൂപപ്പെടേണ്ട ചില ആശയങ്ങളെയാണ് ഇനി പറയാൻ പോണത്. ഒരുപാട് ആൾക്കാരെ ദർസ് പഠിക്കാൻ പ്രേരിപ്പിക്കും ഖാലിദ്. എഴുത്തുകാരാക്കും, പ്രഭാഷകരാക്കും, സംഘാടകരാക്കും, നേതാക്കളാക്കും, സംഘാടന മികവിലേക്ക് വളർത്തിയെടുക്കും എന്ന് പറയുമ്പോഴും വായനയുടെ ലോകത്തേക്ക് പുസ്തകങ്ങൾ പ്രോത്സാഹിപ്പിച്ച് കുട്ടികളെ പരിപോഷിപ്പിക്കുമ്പോഴും പള്ളി ദർസിൽ നിന്ന് പഠനം നിർത്തി പകുതിക്ക് നിർത്തിപ്പോയ കൂട്ടുകാരെ വീട്ടിൽ പോയി കണ്ടെത്തി അവരോട് പഠനം തുടരാനും പഠിച്ചാലുള്ള മെച്ചങ്ങൾ പറയാനും ഖാലിദ്ക്ക് സമയം കണ്ടെത്തി എന്ന് പറയുമ്പോൾ അവനവനസത്തിലേക്ക് ഒതുങ്ങാത്ത ജീവിതം വേണമെന്നാണ് ഖാലിദ്ക്ക് നമ്മളോട് പഠിപ്പിക്കുന്നത്. നമുക്കതിനൊക്കെ സമയമുണ്ടോ ശരിക്കും? ഇന്നാലിന്ന മുത്തലിബ് നിങ്ങളുടെ നാട്ടിലാണോ? അതെ, കാണാറില്ലേ? മാസത്തിലൊരു 1-2 കാണാറുണ്ട്. എങ്ങനെ, എവിടെ കാണാറ്? എനിക്കെന്തോ മാസത്തിലെ ലീവും തോന്നും. അന്നേരം ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങുന്നതാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുക്കുന്നതും കാണാം. നേരെ വീട്ടിലേക്ക്. ഖൽവത്താണ് ഈ കാലത്ത് അഫ്ളൽ എന്ന് ബോധ്യപ്പെട്ട മഹാൻ. നിങ്ങളെ ട്രോൾ ചെയ്തല്ലാന്ന് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? ഞാനിങ്ങനെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. വെള്ളിയിൽ ഉസ്താദിനെ കുറിച്ചുകൂടി 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട്. മരിച്ചിട്ടും മരിക്കാത്ത ഖാലിദ്.
ചിലർ ജീവിക്കുമ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടാവും, ആർക്കും ഉപകാരം ഉണ്ടാവില്ല. ചിലർ മരിച്ചാലും മരിക്കൂല. മാത്ത മക്കാരി മുഹം, അവരുടെ വിശേഷണങ്ങൾ മരിക്കൂല എന്ന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ. SBS ചേർത്ത് പിടിക്കുന്ന ആളാണ് ഖാലിദ് ക. ചിലർ ഡിവിഷനിലും സെക്ടറിലൊക്കെ എത്തിയാൽ പിന്നെ സ്വന്തം യൂണിറ്റ് നോക്കുന്നില്ല. നമുക്ക് ഈ ജാട നിർത്താൻ കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മൾ നന്നാവുമെന്ന് തോന്നുന്നു. ഈ ജാട നിർത്തുക. ഒരു ചെറിയ മുത്തല്യം വന്നിട്ട് അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, എന്തൊക്കെ വേണേ റാത്തല്ലേ എന്ന് പറയണതും അസ്സലാം എന്ന് പറയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ കുട്ടി നാളെ ആക്സിഡൻ്റ് ആയിട്ട് മരിക്കാനിരിക്കുന്ന കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ആക്സിഡൻ്റ് ആയിട്ട് മരിക്കാനിരിക്കുന്നു. ആ കുട്ടിക്ക് ആകെ ജീവിതത്തിൽ ഓർമ്മ ഉണ്ടാവുക നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നമ്മൾ സംസാരിച്ച പെരുമാറ്റ രീതിയായിരിക്കും. സത്യം പറഞ്ഞാൽ, ഉള്ളു തുറന്ന് പറഞ്ഞാൽ ഈ കാര്യമാണ് നമുക്ക് വേണ്ടത്. ഏത് കാര്യം? നിങ്ങൾ കാണുന്നില്ലേ, ഈ നബിമാരൊക്കെ അവരുടെയൊക്കെ ചരിത്രം പറയുമ്പോൾ ഖുർആനിലൊരു പ്രയോഗം കാണുന്നില്ലേ? വദ്കുർ ഫിൽ കിതാബി മൂസ, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയും ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, ഇന്നഹു കാന സ്വാദിഖൽ വഅദി. ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു വിശേഷണം എന്തായാലും പറയും അല്ലേ? കേട്ടിട്ടില്ലേ? സൂറത്ത് മറിയമിലൊക്കെ കുറേ ഉണ്ട് അങ്ങനെ അല്ലേ? അതെന്താ അങ്ങനെ പറയണത്? നല്ല സത്യസന്ധത ഉള്ള ആളാണ്, വാക്ക് പൂർത്തിയാക്കുന്ന ആളാണ്, മുഖലസാണ് എന്ന് പറയും. അതെന്തേ? ഓർക്ക് വേറെ ഗുണമില്ലേ? ഉണ്ട്. ഓർക്ക് ഈ ഗുണമേ ഉള്ളൂ? അല്ല. ഈ ഗുണമുള്ള വേറെ ആളില്ലേ? ഉണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയണത്? ഖുർആൻ ഒന്നും വെറുതെ പറയൂലല്ലോ. അതേസമയം അവരുടെ മാസ്റ്റർ പീസ് നന്മ അതായിരിക്കും. നമ്മുടെ നാട്ടിലെ ഖാദർ ഹാജി മരണപ്പെട്ടു. മൂപ്പര് എന്ത് നല്ല മനുഷ്യനാന്നറിയാം കേട്ടോ. ഇപ്പൊ ഒരു ഗുണം പറയും, എന്ത് നല്ല മനുഷ്യനാന്നറിയാം. മുത്തായിലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്ത് ഭയങ്കര താല്പര്യമായിരുന്നു കണ്ട. അപ്പോൾ മൂപ്പര് ജുമാക്കൊക്കെ ഇല്ലേ? ഉണ്ട്. നോമ്പൊക്കെ ഇല്ലേ? ഉണ്ട്. നിസ്കരിക്കല്ലേ? പക്ഷെ മൂപ്പരുടെ മാസ്റ്റർ പീസ് നന്മ ഇതായിരിക്കും. നമ്മുടെ ഖദീജ ഹജ്ജുമില്ലേ, നമ്മുടെ സഖാവുസ്തേൻ്റെ ഉമ്മ മരണപ്പെട്ടത്ര കുറേ ആയാലും അസുഖമായിട്ടല്ലേ. എന്താ നല്ല ഉമ്മ അല്ലേ, എത്രയാ സംഭാവനകൾ സ്ഥാപനത്തിലേക്ക്. അപ്പോൾ ഒരു നോമ്പൊക്കെ ഇല്ലായിരുന്നോ? അതൊക്കെ ഉണ്ട്. പക്ഷെ ഓരുടെ മാസ്റ്റർ പീസ് നന്മ ഇതായിരിക്കും. നമ്മളെ അബ്ദുള്ള മരണപ്പെട്ടില്ലേ? ഏത്? ആ പള്ളിയിൽ നേരത്തെ എപ്പോഴും നമ്മളെ കുറിച്ച് എന്തായിരിക്കും പറയാനുണ്ടാവുക? ഏത്? മറ്റേ ആ 2 ഫോണുള്ളല്ലേ? അതെ. ഇല്ലടാ, എനിക്ക് മനസ്സിലായിട്ടടാ. ആ മറ്റേ എപ്പോഴും ചെവിയിൽ ബ്ലൂടൂത്ത്. കുട്ടിയാ ശരി, അങ്ങ് പറഞ്ഞ പോലെ ഇന്നഹു കാന സ്വാദിഖൽ വഅദി. 4 ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിലെത്തും. 4 പറഞ്ഞാൽ മതി. ഹദീസിലുണ്ട്, 4 ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിലെത്തും. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, എന്താ സംശയം? അയാൾ മുമ്പ് രഹസ്യ ജീവിതത്തിൽ കുറെ തെറ്റ് ചെയ്തിന്, ആ രഹസ്യ ജീവിതത്തിലെ തെറ്റ് അറിയാത്തോണ്ടാണ് ഈ 4 നല്ല ആളായിട്ടാണ് നല്ലത് പറയുന്നതെങ്കിൽ ആ തെറ്റ് അള്ളാഹ് പുറത്തു കൊടുത്തു എന്നുള്ളത് ഈ വർത്താനത്തിന്റെ തെളിവാണ്. ഇനി അഥവാ അള്ളാഹ് പുറത്തു കൊടുത്തിട്ട് ഓന് നരകത്തിന്റെ ആളാണെങ്കിൽ ഓ മരിച്ചാൽ നല്ലതൊന്നും പറയൂല. ആ കുട്ടി ജുമാക്ക് നേരത്തെ വരുന്നതല്ലേ എന്നുള്ള പ്രയോഗം ഉണ്ടാവില്ല. പിന്നെന്താ ഉണ്ടായാലെന്ന് വെച്ചാൽ, മരിച്ചോ? എങ്ങനെ? ആക്സിഡന്റ് ആയിട്ട്. എന്ത് നല്ല മനുഷ്യനാണ് അടുത്ത പറയേണ്ടത്. പക്ഷെ മലക്കൾ പിടിച്ചു മാറ്റും ആ വർത്താനം. ഇബ്നു അസ്കലാനി തങ്ങൾ പറയുന്നുണ്ട്, എത്ര ആക്സിഡന്റില്ല. ഒന്നാമത് പിള്ളേരെല്ലാം സ്പീഡിൽ വിടൽ, മഴയോ അല്ലല്ലേ, എന്താ ചെയ്യുക? അറ്റാക്ക പോലും അങ്ങനെ സംഭവത്താണ് കണ്ട. നല്ല ഇന്ന് മാറിയിട്ട് സാധാ വർത്താനത്തിലേക്ക് പോകും. നമ്മളെ മരണത്തിന് ശേഷമുള്ള വർത്താനം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ. പറയണ്ടേ നമ്മളെക്കുറിച്ചൊക്കെ നല്ല പറയണ്ടേ? ഒതുങ്ങിയാൽ മതിയോ വീട്ടിൻ്റെ റൂമിൽ? ഇങ്ങനെ എത്ര ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് നമ്മളെ അന്ന് ദായിമാരെ.
അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമലായതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പിയാക്കൾക്ക് ദഅവത്തിന് ഡ്യൂട്ടി കൊടുത്തത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്താണ്. നമ്മൾ ചെയ്യണം. ഖാലിദ് അനുസ്മരണം ഇങ്ങനെ കേട്ടു പോകുന്നതിന് പകരം ഓരോ കൊച്ചു കുട്ടികളെയും കാണുമ്പോൾ അവൻ്റെ ഭാവി നമ്മൾ സ്വപ്നം കാണണം. ഇവനെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ജാമിയ സായിദയിലേക്ക് ഇൻ്റർവ്യൂവിന് ദഅവയിലേക്ക് അല്ലെങ്കിൽ ശരീഅത്തിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾക്കൊരു സ്വപ്നം ഉണ്ടാവണം. അവൻ ദഅവ കോളേജിലേക്ക് വരട്ടെ, വന്നിട്ട് പൂർത്തിയാവാതിരിക്കട്ടെ, വന്ന് പൂർത്തിയാവട്ടെ, വരാതിരിക്കട്ടെ. ആ നിയത്തിന് എത്രമാത്രം വലിയ കൂലിയാണ്. ദർസ് നിർത്തിയ ആൾക്കാരെ ദർസിലേക്ക് റീജെയിൻ ചെയ്യിപ്പിക്കുന്ന ഖാലിദ് സാധാരണക്കാരനായിരിക്കെ നമ്മൾ അതിനേക്കാൾ നേടിയെടുക്കേണ്ടല്ലേ. എൻ്റെ നാട്ടിൽ ഒരു സഖാഫി ഉണ്ട്. അയാൾ ആരുടെ ബൈക്കിൽ കയറിയോ ആ ബൈക്കുകാരൻ്റെ മോനെ മർക്കസിലേക്കോ സൈദിയയിലേക്കോ സ്ഥാപനത്തിലേക്കോ എത്തിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൂപ്പരുടെ കെയർ ഓഫിൽ മൂപ്പര് ഇടപെടലിൽ തന്നെ ഒരു 30-ലധികം ഹാഫിലിങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാവും. മരിച്ച തീരുമക്ക് PMK ഫൈസി ഉസ്താദിന് 2000 പേർക്ക് ഷഹാദത്ത് എല്ലി കൊടുത്ത കഥയെല്ലാം പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടേ, എന്തെങ്കിലും വേണ്ടേ നമുക്ക്. അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകള് കരയുന്നത് ഷർഹ് മുസ്ലിമിലുണ്ട്. മോളോട് എന്തിനാ കരയണത്? വാപ്പ മരിക്കുന്ന പേടിച്ചിട്ടാ. വാപ്പ ഈ റൂമിൽ നിന്ന് മാത്രം 18,000 ഖത്മ് ഓതി തീർത്തിട്ടുണ്ട്. 25 കൊല്ലം വാപ്പ ഈ റൂമിൽ ജീവിച്ചിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ കിടക്കുന്ന റൂമിന് വീട്ടിലെ ആ ചുമരിൻ്റെ കഥ എന്തായിരിക്കും? അല്ല, നമ്മളോടാണ് ചോദിക്കുന്നത്. ഇത് ചിരിക്കാനല്ല, ചിന്തിക്കാനുള്ള ആശയമാണത്. അതിലിപ്പോൾ എന്താ ചിരിക്കാനുള്ള ആശയമുള്ളത്? നമുക്ക് സംഭാവനകൾ തന്ന്, ഉറുദിക്ക് പോകുന്ന സമയത്ത് സംഭാവനകൾ തന്ന്, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ സംഭാവനകൾ തന്ന് നമുക്ക് ഭക്ഷണം തന്ന അഭ്യുതകാംക്ഷികളായ പ്രവാസികളൊക്കെ സിറാത്ത് പാലം കയറിയിട്ട് സ്വർഗത്തേക്ക് പോകുമ്പോൾ അറിയാതെ താഴേക്ക് നോക്കുമ്പോൾ നമ്മളെ കാണേണ്ട ഗതികേട് വരാതിരിക്കാൻ നമ്മുടെ ജീവിതം അവരെക്കാൾ വിശുദ്ധമായിരിക്കണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തഖ്വ രൂപപ്പെടണം. പാതിരാക്കിടീറ്റ് ഒറ്റയ്ക്ക് ഇരുന്ന് ദീർഘനേരം കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് വർത്താനം പറയുന്ന ഒരു സാധാരണക്കാരനെ SSF സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ, SSF നമുക്ക് പ്രതീക്ഷയാണ്. ആ അർത്ഥത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ സംഘടനാ പ്രവർത്തകരായി ഊർജ്ജസ്വലരായി വളർന്ന് വളർന്ന് വരണം. സലാലയിൽ നിന്ന് അവസാനമായിട്ട് ഖാലിദ് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ ദീർഘകാലം പ്രവാസ ജീവിതം നയിച്ച ഒരാൾക്ക് സ്വാഭാവികമായിട്ടും മക്കളെ കാണണം, ഭാര്യയെ കാണണം എന്ന വിചാരം ഉണ്ടാകും. ആ വിചാരം ഉണ്ടായിരിക്കെ തന്നെ അതൊക്കെ അവിടെ ഹോൾഡ് ചെയ്തിട്ട് നേരെ ഖാലിദ്ക്ക് കയറി വരുന്നത് SSFൻ്റെ സംസ്ഥാന ഓഫീസ് സ്റ്റുഡൻറ് സെൻ്ററിലേക്കാണ്. അവിടത്തേക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, താൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ കൊടുത്ത്, അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വീട്ടിലേക്ക് വരുന്ന ചൊക്ലിയിലേക്ക് വരുന്ന വഴിയിലാണ് അപകടത്തിൽ ഖാലിദ് മരണപ്പെടുന്നത്. ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ദുആ ഈ ഖാലിദിന് എങ്ങനെ കിട്ടാതിരിക്കും? അവസാനത്തെ യാത്രയിലും പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയ ഈ പ്രവർത്തകൻ ജീവിച്ച കാലം ഒരു 28 കൊല്ലമാണെങ്കിലും ഒരു വലിയ ആലിമാവാതെ, സമസ്തയുടെ നേതാവാതെ, വലിയ മുദരിസാവാതെ തന്നെ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ദുആവും ഖൈറാത്തും ഒരുപാട് കാലത്തെ ഇബാദത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ക്യാമ്പിന് പോയ സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, 16 കൊല്ലമായി ഞാൻ മുടങ്ങാതെ ഖാലിദ്ഖിൻ്റെ പേരിൽ ഫാത്തിഹ ഓതുന്നു. ഇങ്ങനെ എത്ര പേർ 16 കൊല്ലമൊന്നും വേണ്ട, ഒരു 10 ദിവസം നമുക്ക് അങ്ങനെ ഓതുന്ന ഒരു 5 പേരെ കിട്ടുമോ? കിട്ടണ്ടേ? മരിച്ചു പോകണ്ടേ? നമ്മളൊക്കെ ഖബർ വെളിച്ചാക്കണ്ടേ? നമ്മുടെ ഒറ്റക്കുള്ള അമലം കൊണ്ട് എങ്ങനെയാ ഈ കോടിക്കണക്കിന് കൊല്ലത്തെ പരലോകം, അല്ലെങ്കിൽ ദീർഘമായ കാലത്തെ സിറാത്ത് പാലം, അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ ഖബർ വെളിച്ചാക്കാനും നടക്കാനൊക്കെ നമ്മൾ ഒറ്റക്കൊണ്ട് എങ്ങനെ കഴിയും? 7 ആകാശവും 7 ഭൂമിയും സിറാത്ത് പിന്നെ നന്മൻ്റെ തട്ടിൽ വെച്ചാൽ വലിയ ചെമ്പിൽ ഒരു ചെറിയ കോയിനിട്ട പോലെ ഉണ്ടാവുള്ളൂ എന്നല്ലേ? ആ നന്മൻ്റെ തട്ട് നിറക്കാൻ ഖുശൂ ഇല്ലാത്ത
ഈ പൊട്ടിയ പൊളിഞ്ഞ ഇബാദത്തുകൾ കൊണ്ട് എങ്ങനെ ഇപ്പോൾ സാധിക്കുക? അതിനാണ് കുറച്ചാളെയും കൂടി കൂട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത്. കുറേ പേര് നിസ്കരിക്കണത്, കുറേ പേര് നോമ്പനുഷ്ഠിക്കണത്, 1000 പേര് തബാറക സൂറത്ത് ഓതുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കഴിയും. ആലിമീങ്ങളായ നിങ്ങൾ കഴിയും. നിങ്ങൾ SSFന്റെ സെക്ടർ, യൂണിറ്റ്, ഡിവിഷൻ ഭാരവാഹികളാവുന്ന കാലത്ത്, ഡിവിഷന്റെ സെക്ടറിന്റെ പ്രസിഡന്റ് ആവുന്ന കാലത്ത് നിങ്ങളിലൂടെ സാധ്യമാവുന്ന നന്മകൾ ചില്ലറല്ല. താജുൽ ഉലമയുടെ ആണ്ട് വന്ന ഒരു കാലം ഓർമ്മയുണ്ട്. കണ്ണൂർ ജില്ലയുടെ QD സെക്രട്ടറി ആയ കാലം. ഫിർദൌസ് ഉസ്താദ് അന്ന് കണ്ണൂർ ജില്ലേൻ്റെ പ്രസിഡന്റാണ്. ഇപ്പോഴത്തെ സ്റ്റേറ്റ് പ്രസിഡന്റായ ഉസ്താദ് അന്ന് ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ താജുൽ ഉലമൻ്റെ പേരിൽ ഒരു യാസീൻ ഓതാൻ വേണ്ടിയിട്ട് ഒരു വോയിസ് അയക്കാൻ വേണ്ടി നിർദ്ദേശം വന്നു. വോയിസ് അയച്ചു. 1 മിനിറ്റ് 24 സെക്കൻഡ് മാത്രമുള്ള ഒരു വോയിസ്. ഫാമിലി സുംറ നടക്കുന്ന കാലമായതുകൊണ്ട് 1002 വീടുകളിൽ നടന്നു എന്നാണ് കണക്ക് വന്നത്. 2 അവിടെ ഒഴിച്ചിടും. 1000 ഏവറേജ് ചിലപ്പം 10 മെമ്പർമാരുള്ള വീടുണ്ടാവും. കൊറോണ കാലമായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. എന്നാലും വളരെ ന്യൂക്ലിയർ കുടുംബം ഉണ്ടാവുമല്ലോ, 2 ആളുള്ളവർ 3 ആളുള്ളവർ. ആവറേജ് 5 ഒതുക്കാം. 1000 വീട്ടിൽ 5 ആൾ യാസീൻ ഓതിയാൽ 5000 യാസീന്. ഒരു യാസീന് 10 ഖത്മ് തീർത്ത് കൂലി എന്ന് ഹദീസ്. 5000 × 10 50,000. 1 മിനിറ്റ് 24 സെക്കൻഡ് വോയിസിന് തിരിച്ച് സംഘടന തരുന്ന സമ്മാനം 50,000 ഖത്തമിൻ്റെ കൂലി. ഇതെവിടെ നിന്ന് കിട്ടും? ഇത് വേറെ എവിടെ നിന്ന് കിട്ടും? ഒറ്റ മഹലിൽ നിന്ന് എങ്ങനെ കിട്ടാനാ? ഒറ്റ പുസ്തകത്തിൽ നിന്ന് എങ്ങനെ കിട്ടാനാ? ഇത് അജണ്ട. ഒരു മീറ്റിങ്ങിൽ 13 അജണ്ടകൾ, 10ലേറെ അജണ്ടകൾ. എത്രമാത്രം അജണ്ടകൾ ഉണ്ടാകും? ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ മുത്തഅല്ലിമീങ്ങൾക്ക് സീറത്തുൻ നബി അക്കാദമിക് കോൺഫറൻസ്, ക്യാമ്പസിൽ ഹയർ സെക്കൻഡറിയിൽ മൗലിദുകൾ, മഴവില്ലിൻ്റെ കുട്ടികളുടെ മൗലിദ് പ്രോഗ്രാമുകൾ, അതേപോലെ മുത്തുനബി മെഗാ കിസ്, വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ. സീറത്തുൻ നബി കോൺഫറൻസിൽ മുത്തഅല്ലിങ്ങൾ പേപ്പർ അവതരിപ്പിക്കുമ്പോഴേക്ക് റഫറൻസ് ആയിട്ട് 30-ലധികം കിതാബുകൾ. ഈ കിതാബുകൾ മുഴുവൻ ആ കുട്ടി നോക്കുന്നിടത്തേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ഒരു കാരണം ഈ സീറത്തുൻ നബി കോൺഫറൻസിൻ്റെ സംഘാടകരാണ് കോലിയെങ്കിൽ മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടാൻ അതൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? 1000കണക്കിന് മുത്തഅല്ലിമീങ്ങളെ നന്മ പഠിപ്പിക്കാൻ, അതിക്കിയ പഠിപ്പിക്കാൻ സെൻസോറിയം കാരണമായിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ നന്മയാണോ? പ്രൊഫ് സമ്മിറ്റിലൂടെ ഞാൻ തഹജ്ജുദ് പതിവാക്കി എന്ന് പറയുന്ന എത്ര ഡോക്ടർമാരുണ്ട്? പ്രൊഫ് സമ്മിറ്റിലൂടെ ഞാൻ തബാറക്ക് കൃത്യമായിട്ട് ഓതാറുണ്ട് എന്ന് പറയുന്ന എത്ര എൻജിനീയേഴ്സ് ഉണ്ട്? ക്യാമ്പസ് അസംബ്ലിയിലൂടെ ഞാൻ ഉളുവിൻ്റെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കൂട്ടുകാരെത്ര ഉണ്ട്? ഒരുപക്ഷെ നമുക്കൊരു ഉസ്താദിന് 10,000 കൊടുത്തിട്ട് 10 ലക്ഷം കൊടുത്തിട്ട് അല്ലെങ്കിൽ മോർ ദാൻ ക്യാഷ് കൊടുത്തിട്ട് 10 സ്ക്വയർ ഫീറ്റ് എടുക്കാൻ നമുക്ക് പറയാൻ കഴിയുമായിരിക്കും. ശരി, ക്യാമ്പസിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ക്യാമ്പസിൽ ദീൻ പറയാൻ SSFന് അല്ലാതെ വേറെ ആർക്കും കഴിയുക? അതിന് നിങ്ങളാണ് ഉണ്ടാവേണ്ടത്. നിങ്ങളുടെ ഒരു സർക്കിളിൽ, നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ, നിങ്ങളുടെ ഒരു ഗ്രൗണ്ടിൽ നിങ്ങളാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ പഠിച്ച മുഴുവൻ വിവരങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണത്. ഈ പഠിച്ച വിവരമൊക്കെ എവിടെ പോകും? മഹല്ലി ഓതി കഷ്ടപ്പെട്ടിട്ട്, ഫത്തുൽ മീൻ ഓതി കഷ്ടപ്പെട്ടിട്ട് തുഹഫയും ഓതാൻ തുടങ്ങി. ഈ മസലൊക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കും? അപ്പം നമ്മൾ പഠിച്ച വിവരം തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് നമ്മൾ SSFനെ കാണണം. വെള്ളിലെ ഉസ്താദിനെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്താം. ലാളിത്യത്തിൻ്റെ പര്യായമായിരുന്നു വെള്ളിലെ ഉസ്താദ്, തവാളുഇൻ്റെ ഒരു പര്യായം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിടക്കുന്ന ജന്നത്തുൽ ബഖീയിൽ കിടക്കാൻ തൗഫീഖ് കിട്ടിയ വെള്ളിലെ ഉസ്താദിനെയാണ് നമ്മൾ വായിക്കുന്നത്. ആർക്കും സമീപിക്കാം. പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു വെള്ളിലെ ഉസ്താദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ആർക്കും പോയി എന്തും പറയാം. അതൊരു നേതാവിൻ്റെ ഗുണമാണ്. ഡെഡിക്കേറ്റഡ് ആണ്. സംഘടനയ്ക്ക് വേണ്ടി എന്തും. പാങ്ങിൽ മുദരിസായ കാലത്ത് തന്നെ റിസാലയുടെ ഭാണ്ഡമായി നടക്കുന്ന വെള്ളിലെ ഉസ്താദ്, റിസാല തലയിൽ ചുമന്ന് നടക്കുന്ന വെള്ളിലെ ഉസ്താദ്, റിസാല മുടങ്ങരുത് എന്ന് വാശി പിടിക്കുന്ന വെള്ളിലെ ഉസ്താദ് മുദരിസാണ്, കിതാബോധിയ മഹാനാണ്. കോഴിക്കോടേക്ക് സ്റ്റുഡൻറ് സെന്ററിലേക്ക് വരുന്ന സമയത്ത് ഉണ്ണിയപ്പം പോലുള്ള വല്ല സ്നാക്സോ മധുരങ്ങളോ എടുത്തിട്ടാണ് വരിക. 8 ആളുണ്ട്, ആർട്ടിക്കിൾ എഴുതുന്നവർ, എഡിറ്റർ, മറ്റെല്ലാവരും. എല്ലാവർക്കും കരുതി സന്തോഷിപ്പിക്കുന്ന അർത്ഥത്തിലാണ് വെള്ളിലെ ഉസ്താദ് വരിക. ഓരോ ചുവടുവെപ്പും പ്രവർത്തകരെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതമാണ് വെള്ളിലെ ഉസ്താദിൻ്റെത്. ഒരേ ലക്കത്തിൽ തന്നെ പല പേരുകളിലായി റിസാല മുടങ്ങരുത് എന്ന് വിചാരിച്ചിട്ട് ലേഖനങ്ങൾ എഴുതുന്ന വളരെ വിദഗ്ധനായ നേതാവ്. ഒരേ സമയത്ത് തന്നെ പ്രൂഫ് നോക്കലും എഡിറ്റിങ്ങും, ഒരേ സമയത്ത് തന്നെ എഴുത്തും ലേഖകനും മൂപ്പര് തന്നെ.
എൻ്റെ കാലത്ത് റിസാല മുടങ്ങരുത് എന്നുള്ളിടത്ത് നമുക്ക് അങ്ങനെ ഒരു വാശിയുണ്ടോ? വെള്ളിൽ ഉസ്താദിന്റെ സ്മരണിക വായിച്ചിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എൻ്റെ യൂണിറ്റ് റിസാല ഗ്രാമമാക്കണമെന്ന്, എൻ്റെ കാലത്ത് റിസാല മുടങ്ങരുത് എന്ന്, എൻ്റെ കാലത്ത് പദ്ധതികളൊന്നും മുടക്കം വരരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടോ? SSFന് പോറലേൽക്കരുത് എന്ന് വാശി പിടിച്ച് ജീവിച്ച ഒരു കർമ്മയോഗിയുടെ പേരാണ് വെള്ളിലെ മുഹമ്മദ് ഫൈലി ഉസ്താദ്. അള്ളാഹു അവിടത്തേക്ക് ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. സമസ്ത പിളരുന്ന കാലത്ത് SSFന് ഒരു പോറലും ഏൽക്കാതെ വളരെ ഭദ്രമായിട്ട് ആലിമീങ്ങളുടെ തണൽ വളരെ കൃത്യമായ കാൽവെപ്പോടുകൂടി SSFന് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് വെള്ളിലെ ഉസ്താദിന്റെ ഒരു പ്രത്യേകത. ജന്നത്തുൽ ബഖയിൽ ഖബർ കിട്ടിയാൽ നമുക്കറിയാൽ അതിൻ്റെ ഒരു ശഫാഅത്തിന്റെ സാധ്യതകൾ. അള്ളാഹു നമ്മുടെ എല്ലാം ജീവിതത്തിൽ തൗഫീഖുകൾ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം ചെറിയ കാലത്ത് അവസാനിക്കും. എത്ര ആയുഷ്കാലം തന്നാലും പരമാവധിയെ നമുക്ക് ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട് 60-ന്റെ 70-ന്റെ ഇടയിൽ. ആ കാലം എത്രയും നമുക്ക് ആഫിയത്ത് ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല. ഉള്ള കാലത്ത് ടുഡേ ഈസ് യുവർ ഡേ, ഇന്നാണ് നിങ്ങളുടെ ദിനം. അൽ യൗം യൗമുക്, നാളേക്ക് നിങ്ങൾ നിൽക്കരുത്. ഈ ക്ലാസ് കഴിഞ്ഞ് ഉറങ്ങുന്നതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഖൈറാത്തുകൾ എന്ത് എന്ന് അവനവൻ കണ്ടെത്തുക. കുറെ കിതാബ് നോക്കുക, നാളത്തേക്ക് എന്തെങ്കിലും ദീനിയായ ഖൈറാത്തുകൾക്ക് പ്ലാൻ ചെയ്യുക. ആ പ്ലാനുകളെല്ലാം ഒരു കാലത്ത് ഉപകാരപ്പെടും. അങ്ങനെ ജീവിതത്തിൽ ചെയ്യാനാവുന്നതിൻ്റെ പരമാവധി ഖൈറാത്ത് ചെയ്തിട്ട് ഖബറിലേക്ക് എത്തിയാൽ നമുക്ക് ദുആ ചെയ്യാൻ കുറേ ആൾക്കാരെ രൂപപ്പെടുത്തി കൊണ്ടുവന്നാൽ തീർച്ച നമ്മുടെ വിവരങ്ങളും നമ്മുടെ ജീവിതവും എല്ലാം സാർത്ഥകമാകും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും. അങ്ങനെ ജീവിതത്തിൽ ചെയ്യാനാവുന്നതിൻ്റെ പരമാവധി ഖൈറാത്ത് ചെയ്തിട്ട് ഖബറിലേക്ക് എത്തിയാൽ നമുക്ക് ദുആ ചെയ്യാൻ കുറേ ആൾക്കാരെ രൂപപ്പെടുത്തി കൊണ്ടുവന്നാൽ തീർച്ച നമ്മുടെ വിവരങ്ങളും നമ്മുടെ ജീവിതവും എല്ലാം സാർത്ഥകമാകും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും.